അമേൻ. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം. പിന്നെയും സ്തോത്രം. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ബോസ്റ്റൺ പ്രയർ ലൈനിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. ദൈവം അത് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്നത്തെ വചന ചിന്തയ്ക്കായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. Joshua chapter 1 verse 6 to 9. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്ക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. താങ്ക് യു ബ്രദർ. വളരെ പരിചിതമായ ഒരു വാക്യഭാഗമാണ് നമ്മൾ വായിച്ചത്. അനേക പ്രാവശ്യം നമ്മൾ പ്രസംഗങ്ങൾ ഉള്ളതായിരിക്കാം ഈ വചനഭാഗം. യോശുവയുടെ പുസ്തകം നമുക്കറിയാം, ആദ്യത്തെ പഞ്ചഗ്രന്ഥങ്ങൾ, ആവർത്തനത്തോടുകൂടി അവസാനിക്കുന്ന പഞ്ചഗ്രന്ഥങ്ങൾ, മോശ എഴുതിയ പഞ്ചഗ്രന്ഥങ്ങൾ കഴിഞ്ഞു വരുന്ന പുസ്തകമാണ്. നമുക്കിതിന്റെ ചരിത്ര പശ്ചാത്തലം അറിയാം. കനാൻ ദേശം കീഴടക്കുന്നതിന് ഉള്ള ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ കനാൻ ദേശം കീഴടക്കുന്നതിന് മുമ്പുള്ള ചില ആജ്ഞാപനങ്ങളാണ് ദൈവം യോശുവയ്ക്ക് ഇവിടെ കൊടുക്കുന്നത്. ഏകദേശം BC 1400 കാലഘട്ടത്തിൽ എഴുതിയ എന്ന് പറയപ്പെടുന്നു. യോശുവയാണ് ഈ പുസ്തകം എഴുതിയെന്ന് നമുക്കറിയാം. സംഖ്യാപുസ്തകവും ആവർത്തന പുസ്തകവും ഒക്കെ നമുക്ക് വായിക്കുമ്പോൾ യോശുവയെ പല രീതിയിലാണ് മോശ വിവരിക്കുന്നത്. സംഖ്യാപുസ്തകം 14ന്റെ 6 മുതൽ 10 വരെ വായിക്കുമ്പോൾ നമുക്കറിയാം യോശുവ ഒരു ധൈര്യശാലിയായിട്ടാണ് വിവരിക്കുന്നത്. അതുപോലെ യോശുവയുടെ പുസ്തകത്തിൽ തന്നെ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു സൈനികനെ നമുക്ക് കാണാൻ പറ്റുന്നു. ഒരു പട്ടാളത്തിന്റെ ജനറൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ ഒരു സൈനികനെ നമുക്ക് യോശുവയെ കാണാൻ പറ്റുന്നു. ഇതിന്റെ 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു ബുദ്ധിയുള്ള ഒരു സൈനികനായിട്ട്, അല്ലെ നിഷ്കളങ്കമായ ഒരു ദാസൻ. അതിനോട് കൂടെ തന്നെ താൻ ഒരു ബുദ്ധിയുള്ളവനായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 9-ാം അധ്യായത്തിൽ. അതുപോലെ ഒരു പ്രവാചകനായി നമ്മൾ യോശുവയെ നമ്മൾ കാണുന്നുണ്ട് 6-ാം അധ്യായത്തിൽ. പിന്നീട് ശക്തനായ ഒരു ആത്മീയ നേതാവായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ പല പൊസിഷനുകൾ വഹിച്ചിരുന്ന ഒരാളാണ് യോശുവ എന്ന ദാസൻ, അല്ലെ യോശുവ എന്ന ദൈവദാസൻ, ദൈവഭൃത്യൻ. യോശുവയുടെ പശ്ചാത്തലം നമുക്കറിയാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മിസ്രൈം അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പോന്നപ്പോൾ 40 വർഷം ഇസ്രായേലിനോട് കൂടെ മോശയുടെ അസിസ്റ്റന്റ് ആയിട്ട്, അല്ലെ മോശയുടെ സെക്കൻഡ് ഇൻ കമാൻഡ് എന്നൊക്കെ വേണേ നമുക്ക് പറയാവുന്ന രീതിയിൽ ഇസ്രായേൽ മക്കളോടുകൂടെ യാത്ര ചെയ്ത ഒരാളാണ് യോശുവ. യോശുവ ജനിച്ചപ്പോൾ യോശുവയുടെ പേര് ഹോശേയ എന്നായിരുന്നു. എന്നാൽ മോശ പേര് മാറ്റി യോശുവ എന്നാക്കി. യഹോവ രക്ഷിക്കും, അല്ലെ ഗോഡ് സേവ്സ്, യഹോവ രക്ഷിക്കും എന്ന അർത്ഥം വരുന്ന യോശുവ എന്ന പേരാക്കി മാറ്റി. ഹോശേയ എന്നുള്ളത് യോശുവ അല്ലെങ്കിൽ യഹോശുവ എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ ആക്കി. സംഖ്യാപുസ്തകം 13ന്റെ 16 അത് വിവരിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ യോശുവ എന്ന ദൈവവൃത്യനോട് ദൈവം പറയുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കനാൻ ദേശം കീഴടക്കുന്നതിന് മുമ്പ് ദൈവം പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. നമുക്കറിയാം, മോശയ്ക്ക് കനാൻ ദേശത്തിൽ കടക്കുവാൻ സാധിച്ചില്ല. മോശ മരിച്ചു. മോശ മരിക്കുമ്പോൾ ഏകദേശം 90 വയസ്സുള്ള ഒരാളാണ് യോശുവ എന്ന് പറയുന്നത്. പിന്നീട് ഏകദേശം ഒരു 20 വർഷം കൂടെ യോശുവ ജീവിച്ചിരുന്നുള്ളൂ. നമുക്കറിയാം, നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു എന്ന് യോശുവയുടെ അവസാന അധ്യായത്തിൽ കാണുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 110 വയസ്സുള്ളവനായി യോശുവ മരിക്കുന്നത്. ഏകദേശം ഒരു 20, 22, 23 വർഷം കൂടെ ഉള്ളൂ യോശുവയ്ക്ക് ഈ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ. ഈ 22 വർഷം 23 വർഷത്തിൽ യോശുവ ചെയ്തു തീർക്കേണ്ട ഒരു നായകൻ എന്ന രീതിയിൽ, ഇസ്രായേൽ മക്കൾക്ക് ഒരു നായകനായി മുന്നിൽ പോയി ചെയ്തു തീർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കനാൻ ദേശത്തിൽ കടന്നാൽ മാത്രം പോരാ, കനാൻ ദേശത്ത് കടന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ മക്കളെ നയിക്കേണ്ട രീതി എങ്ങനെയാണ്, അവിടുത്തെ യുദ്ധങ്ങൾ എങ്ങനെ ജയിക്കുവാൻ പറ്റണം, എങ്ങനെ ഇസ്രായേൽ മക്കളെ നയിക്കണം,
അതിനുള്ള ചില കമാൻഡുകൾ, ചില ആജ്ഞാപനങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ 6 വാക്യത്തിൽ കണ്ടത്, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം, അല്ലെ, ലോകം മൊത്തമാണ് പറഞ്ഞത്. എന്നാൽ പ്രധാനമായും കനാൻ ദേശം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമോ എന്നുള്ള ദൈവിക വാഗ്ദത്തമാണ്. അത് ദൈവം കൊടുക്കുക തന്നെ ചെയ്യും. ദൈവം ചെയ്ത ഉടമ്പടിയിൽ നിന്ന് ദൈവം മാറുകയില്ല. അതാണ് നമ്മൾ ആദ്യമായി കാണുന്ന ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. 6 വാക്യത്തില് ദൈവിക ഉടമ്പടിയിൽ നിന്ന് ദൈവം ഒരിക്കലും പിന്മാറുകയില്ല. മനുഷ്യർ പിന്മാറാം, മനുഷ്യർ പറയുന്ന പല ഉടമ്പടികൾ, മനുഷ്യർ പറയുന്ന പല വാക്കുകളിൽ നിന്ന് മനുഷ്യർ മാറും. എന്നാൽ ദൈവം ഒരിക്കലും മാറുകയില്ല. ദൈവിക ഉടമ്പടിയിൽ നിന്നും ദൈവിക വാഗ്ദത്തങ്ങളിൽ നിന്നും ദൈവം ഒരിക്കലും മാറുകയില്ല. അതാണ് ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ നാം ദൈവം എന്ന് വിളിക്കുന്നത് പോലും. ദൈവം ഇമ്മ്യൂട്ടബിൾ ആണ്, അൺചേഞ്ചബിൾ ആണ്, ദൈവം മാറാത്തവനാണ്. നമ്മൾ പാട്ടുകളോടൊക്കെ പാടുന്നുണ്ടല്ലോ, ദൈവം മാറാത്തവൻ, വാക്ക് മാറാത്തവൻ എന്ന് പറയുന്നതിന് അർത്ഥം, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ, ദൈവം ഒരു ഉടമ്പടി പറഞ്ഞാൽ ഒരിക്കലും ആ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്ന ഒരു ദൈവമല്ല. ആ ഉടമ്പടി പൂർത്തീകരിച്ച അല്ലെങ്കിൽ പൂർത്തീകരിക്കുവാൻ പോകുന്ന, പൂർത്തീകരിച്ച ദൈവത്തെയാണ് നമ്മൾ വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്നത്. ഇനിയും പൂർത്തീകരിക്കാൻ അനേക വാഗ്ദത്തങ്ങളുണ്ട്. ഇസ്രായേലിനോട് പ്രത്യേകിച്ചുള്ള ബന്ധത്തിൽ റോമർ 11 നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ കുത്തിയെങ്കിലേക്കും തോന്നും, ഇസ്രായേൽ മശിയയിലേക്ക് മടങ്ങി വരും. അത് ദൈവിക വാഗ്ദത്തമാണ്, അത് നിറവേറുക തന്നെ ചെയ്യും. എന്നാൽ കഴിഞ്ഞ സെഞ്ചുറീസിൽ, കഴിഞ്ഞ അനേകായിരം വർഷങ്ങളിൽ ദൈവം ഇസ്രായേൽ മക്കളോടും മറ്റുള്ളവരോടും ഒക്കെ ചെയ്ത ഉടമ്പടികൾ ദൈവം പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 6 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. അപ്പൊ അത് ദൈവിക ഉടമ്പടിയാണ്. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ഒരു വാക്കാണ്, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ഉടമ്പടിയാണ്. അത് ദൈവം പാലിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് മുന്നോടിയായി ഈ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് 3 പ്രാവശ്യം കാണാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ബി ഓഫ് ഗുഡ് കറേജ്. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. അങ്ങനെ 3 പ്രാവശ്യം നമ്മളിപ്പോൾ വായിച്ചപ്പോൾ 6 മുതൽ 9 വരെയുള്ള 4 വാക്യങ്ങൾ വായിച്ചപ്പോൾ 3 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യുന്നതായി നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ ആ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാര്യം, ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ ഉറപ്പാണ് ദൈവം പറയുന്നത്. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം, നമ്മെ വെറുതെ വിടുകയില്ല. യോശുവയെ ദൈവം കനാൻ ദേശത്തിലേക്ക് ഇസ്രായേൽ മക്കളെ നയിക്കുവാനായി വിടുമ്പോൾ ദൈവം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് 10:19 ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് അവിടെ ഒരു ദൂതനാണ് ദാനിയേലിനോട് സംസാരിക്കുന്നത്. ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ ബലപ്പെട്ടിരിക്കുക എന്ന് 2 പ്രാവശ്യം ദാനിയേൽ 10:19 പറയുന്നതിന്റെ കാരണം, നമുക്കറിയാം എബ്രായ ഭാഷയിൽ ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇല്ല പലപ്പോഴും. ഇപ്പം നമുക്കറിയാം ഇംഗ്ലീഷിൽ നല്ലത്, അല്ലെ മലയാളത്തിൽ നല്ലത്, ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് നമുക്ക് ഗുഡിന്റെ സൂപ്പർലേറ്റീവായിട്ട് ബെസ്റ്റിനെ കാണാൻ പറ്റുന്നുണ്ട്. അല്ല, നമ്മൾ ഗുഡ് എന്ന് റിപ്പീറ്റഡ് ഒരിക്കലും ഇംഗ്ലീഷിൽ പറയാറില്ല. അല്ലെ നല്ലത്, ഏറ്റവും ശ്രേഷ്ഠം, മലയാളത്തിൽ തന്നെ ശ്രേഷ്ഠം, അതിമഹത്തമായത് എന്നതൊക്കെയാണ് നല്ലതിന്റെ സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത്. എന്നാൽ എബ്രായ ഭാഷയിൽ വരുമ്പോൾ നമുക്കറിയാം, ദൈവത്തെ യെശയ്യാ പ്രവാചകൻ വിവരിക്കുമ്പോൾ പരിശുദ്ധൻ, അല്ലെ, അത് റിപ്പീറ്റഡ് ആയിട്ട്. അതുപോലെ പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് പലപ്പോഴും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് പറയുന്നതിന്റെ കാരണം ഏറ്റവും ബെസ്റ്റ്, അതിന്റെ ഏറ്റവും ഉന്നതമായ രീതി, അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ഇവിടെ ദാനിയേൽ 10:19 പറയുന്നത്, ബലപ്പെട്ടിരിക്കുക എന്ന് വെച്ചാൽ അത് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാരണം ബലപ്പെട്ടിരിക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദാനിയേൽ ബലപ്പെട്ടിരിക്കണം. അതുപോലെ തന്നെ ഈ വാക്യശകലത്തിൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ ദൈവം റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാരണം, ദൈവം അതൊരു ആജ്ഞാപനമായിട്ട് യോശുവയെ കൊടുക്കുക. കാരണം ദൈവം യോശുവയുടെ കൂടെയുണ്ട്. യോശുവയ്ക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം റിപ്പീറ്റഡ് ആയിട്ട് ദൈവം പിന്നെയും പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ദൈവം അത് യോശുവയുടെ സ്വഭാവത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. യോശുവ ഉറപ്പും ധൈര്യവും ഉള്ളവനായി ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ദാനിയേൽ 10:19 പറഞ്ഞത്, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു, യജമാനനെ സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ തുടർമാനം നമ്മൾ ഈ പഴയ നിയമ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, യെശയ്യാവിനോടും യെരമ്യാവിനോടും എസെക്കിയേലിനോടും ഒക്കെ ദൈവം ഇങ്ങനെ വളരെ ബലപ്പെട്ടിരിക്കുവാനും ധൈര്യമുള്ളവരായിരിക്കുവാനും ഉറപ്പുള്ളവരായിരിക്കുവാനും ഒക്കെയും ദൈവം ആജ്ഞാപിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, അവരുടെ ബലം ദൈവത്തിൽ അവർ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അവരുടെ ധൈര്യം അവരിൽ നിന്നല്ല. നമ്മുടെ ധൈര്യമൊക്കെ നമ്മളിൽ നിന്ന് ചോർന്നു പോകാം, അല്ലെ? നാം മനുഷ്യരാണ്, നാം പലവിധ
ക്ലേശങ്ങൾ, പലവിധ പ്രയാസങ്ങൾ, പലവിധ പ്രതിബന്ധങ്ങൾ, പലവിധ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ നമ്മുടെ ധൈര്യമൊക്കെ പലപ്പോഴും ചോർന്നു പോകാം. കാരണം നമ്മുടെ ധൈര്യത്തിനൊക്കെ ഒരു അതിർവരമ്പുണ്ട്, നമ്മുടെ ധൈര്യത്തിനൊക്കെ പരിധികളുണ്ട്, നമ്മുടെ ധൈര്യത്തിന് പരിമിതികളുണ്ട്. എന്നാൽ പരിധികളില്ലാത്ത ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്യുകയാണ്, ഞാൻ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് യോശുവയോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുവാനിരുന്ന ദേശത്തെ നീയാണ് വിഭാഗിച്ചു കൊടുക്കേണ്ടത്, നീയാണ് നായകൻ. അപ്പോൾ അങ്ങനെയുള്ള നായകനായ നീ ധൈര്യം ഉറപ്പുള്ളവനായിരിക്കുന്നില്ലെങ്കിൽ പിന്നീട് നിന്റെ നിന്റെ നായകത്വത്തിന് കീഴെയുള്ള ആളുകൾ എങ്ങനെ ഉറപ്പുള്ളവരായിരിക്കും? അപ്പോൾ യോശുവയോടാണ്, അവരുടെ നായകനായ യോശുവയോടാണ് ദൈവം പറയുന്നത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അപ്പോൾ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ ദൈവം യോശുവയെ ബലപ്പെടുത്തുക, ദൈവം ആജ്ഞാപിക്കുകയാണ്. ആ ഉറപ്പും ധൈര്യമുള്ളവൻ ചുമ്മാ നമ്മുടെ സ്വയത്തിൽ നിന്ന് വരുന്നതല്ല, ദൈവത്തിൽ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. നമുക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കറിയാം, ദൈവത്തിലാണ് നാം നമ്മുടെ ധൈര്യം കണ്ടെത്തുന്നത്, ദൈവത്തിലാണ് നമ്മുടെ ശക്തി നാം കണ്ടെത്തുന്നത്. എഫേസ്യ ലേഖനം 6:10 നമ്മൾ കാണുന്നുണ്ടല്ലോ, പൗലോസ് പറയുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. നമ്മുടെ ശക്തി നാം കണ്ടെത്തേണ്ടത് കർത്താവിലാണ്, നമ്മുടെ ശക്തി നാം കണ്ടെത്തേണ്ടത് ദൈവത്തിലാണ്. അപ്പൊ എന്താണ് ഈ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം? പലപ്പോഴും ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഭാഗം ഞാൻ വേറെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും യോശുവ 1:6 മുതൽ 9 വരെ കേട്ടിട്ടുള്ള പ്രസംഗങ്ങൾ, നമ്മൾ യോശുവയെ പോലെ ആകണം, യോശുവയെ പോലെ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം, യോശുവയെ പോലെ നാം വചനം ധ്യാനിക്കണം, അങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇതിനൊരു പൂർത്തീകരണം നാം പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. അതാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടം കൊണ്ട് നിർത്തരുത്. നമ്മൾ പഴയ നിയമ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് പഴയ നിയമ പ്രവചനങ്ങൾ, പഴയ നിയമ ചരിത്ര പുസ്തകങ്ങൾ നാം പ്രസംഗിക്കുമ്പോൾ, നാം വായിക്കുമ്പോൾ, നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനൊക്കെ ഒരു പൂർത്തീകരണം പുതിയ നിയമത്തിലുണ്ട്. ഇതൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത് ഒരാളെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്നത്, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന കർത്താവിനെയാണ്. കർത്താവിലേക്കാണ് ഇതെല്ലാം ചൂണ്ടപ്പെടുന്നത്. ഈ ഓരോ പുസ്തകങ്ങളും, പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിലെയും കാര്യങ്ങൾ അവിടം കൊണ്ട് നാം നിർത്തരുത്. അപ്പം നാം ഇത് പ്രസംഗിക്കുമ്പോഴാണെങ്കിലും നാം ഇത് പഠിക്കുമ്പോഴാണെങ്കിലും, നമ്മളിപ്പോൾ യോശുവയെ പറ്റിയാണെങ്കിലും, മോശയെ പറ്റിയാണെങ്കിലും, നോഹയെ പറ്റിയാണെങ്കിലും, മോശയെ പറ്റിയാണെങ്കിലും ഒക്കെയും നമ്മൾ മിക്കവാറും പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ അവരെ പോലെ ആകണം, അവരെ പോലെ ധൈര്യമുള്ളവരാകണം, അവരെ പോലെ ദൈവത്തെ സേവിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുക സാധാരണ ചെയ്യുന്നത്. എന്നാൽ ഇവരൊക്കെയും കർത്താവിന് മുന്നോടിയായി വന്ന ആൾക്കാരാണ്, അല്ലെ? മോശ കർത്താവിന് മുൻപേ വന്നതാണ്, അബ്രഹാം വന്നവനാണ്, ദാവീദ് വന്നവനാണ്. ഇവരൊക്കെയും ചൂണ്ടിക്കാണിക്കുന്ന കർത്താവിലേക്കാണ്. കർത്താവിലേക്കാണ് ഇവരുടെ ജീവിതം നമ്മെ നടത്തുന്നത്. നമുക്ക് വേദപുസ്തകം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ യോശുവയും കർത്താവിനെയാണ്. ജോഷുവ ഇസ് എ ടൈപ്പ് ഓഫ് ജീസസ്, ഒരു സിംബലാണ്, അല്ലെങ്കിൽ ഒരു ഫോർഷാഡോയിങ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു. യേശുവിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അതിനുള്ള ചില പ്രാരംഭ കാര്യങ്ങളാണ് യോശുവയുടെ പുസ്തകത്തിൽ നാം കാണുന്നത്. അപ്പോൾ അതിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ വായിച്ച ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നമുക്ക് എങ്ങനെയാണ് ഉറപ്പും ധൈര്യം ഉള്ളവനായിരിക്കുക? അപ്പം നമുക്ക് ഈ വാക്യം നമുക്ക് മനസ്സിലാക്കും, ഉറപ്പും ധൈര്യവും. ഈ ധൈര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഭയത്തിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ്. ഭയം നമുക്കറിയാം, പേടി, ശങ്ക, അല്ലെ? പലവിധ പര്യായ പദങ്ങൾ നമുക്ക് ഭയത്തിന് കൊടുക്കാൻ പറ്റും. ഭയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ധൈര്യം എന്ന് പറയുന്നത്. ഈ ധൈര്യം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക ധൈര്യം, അല്ലെ ശാരീരിക ബലം, അല്ലെങ്കിൽ നമ്മുടെ മസിൽ പവർ, അതൊന്നും കാണിക്കുന്ന ധൈര്യത്തെ പറ്റിയല്ല ദൈവം പറയുന്നത്. ധൈര്യം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ മനുഷ്യനെ അവർക്ക് ഭയമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ പശ്ചാത്തലത്തിൽ അവർ കനാൻ ദേശത്തിലേക്ക് കടക്കുകയാണ്, അനേകരോട് യുദ്ധം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കനാൻ ദേശം വാഗ്ദത്ത ദേശമാണെങ്കിൽ പോലും ഇത് അനേക യുദ്ധങ്ങൾ ഇനിയും കടപ്പുണ്ട് അവർക്ക്. യെരിഹോ മതിൽ തകരാനുണ്ട്. നമുക്ക് പിന്നീടുള്ള അധ്യായങ്ങൾ വായിച്ചാൽ കാണാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഇനി നടക്കുവാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവം യോശുവയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രമാണം, അല്ലെങ്കിൽ യോശുവയ്ക്ക് കൊടുക്കുന്ന ഒരു ആജ്ഞാപനമാണ് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ഇപ്പോൾ ധൈര്യം കൈവിട്ടാൽ, ഇപ്പോൾ ദൈവത്തിൽ അവരുടെ ഉറപ്പ് അവർ കൈവിട്ടാൽ പിന്നീട് അവർക്ക് ദേശത്തെ അവകാശമാക്കുവാൻ പറ്റുകയില്ല. ആ ദൈവത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ദൈവം യോശുവയോട് പറയുന്നത് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നമുക്കറിയാം യോശുവയുടെ പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ, മിസ്രൈമിൽ ജനിച്ചു, അല്ലെങ്കിൽ മിസ്രൈം അടിമത്തത്തിൽ നിന്നും മോശ ഇസ്രായേലിനെ നയിച്ചപ്പോൾ യോശുവ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു, ഞാൻ മുമ്പേ പറഞ്ഞു, ജനറൽ ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മോശയെ കണ്ടാണ് യോശുവ വളർന്നത്, അല്ലെ? അപ്പൊ ഏകദേശം 40 വയസ്സുള്ളപ്പോഴാണ് മിസ്രൈമിൽ നിന്ന് യോശുവ പുറപ്പെടുന്നത്. ഏകദേശം 38-40 വർഷം മരുഭൂ പ്രയാണത്തിൽ മോശയോടുകൂടെ യാത്ര ചെയ്ത ഒരാളാണ് യോശുവ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 40 വർഷവും മോശ എങ്ങനെയാണ് ഇസ്രായേൽ മക്കളെ നടത്തിയത്, മോശ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെയും സമീപിച്ചത്, മോശ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവത്തിൽ തന്റെ ആശ്രയം വെച്ചത് എങ്ങനെയാണ്, ഇതൊക്കെയും യോശുവ കണ്ടു വളർന്നതാണ്. അപ്പൊ വളരെ ഒരു കീൻ ഒബ്സർവർ ആയിരുന്നു യോശുവ എന്ന് പറയുന്നത്. വളരെയധികം മോശയെ കണ്ടുപഠിച്ച, മോശയുടെ കാര്യങ്ങളെല്ലാം നന്നായി അറിയുന്ന, എങ്ങനെയാണ് ദൈവം ഓരോ കാര്യങ്ങളിലും മോശയോട് പറഞ്ഞപ്പോൾ മോശ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളെല്ലാം യോശുവ കണ്ടു വളർന്നതാണ്, അല്ലെ? ഇപ്പൊ ഈ ഏകദേശം ഒരു 90 വയസ്സ്, 85-90 വയസ്സിൽ വന്ന് നിൽക്കുമ്പോൾ യോശുവയ്ക്ക് അറിയാം എന്തൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഇസ്രായേൽ മക്കളോട് ചെയ്ത പ്രവൃത്തികൾ, ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ, ദൈവം അത്ഭുതകരമായ മരുഭൂ പ്രയാണത്തിലൂടെ ഇസ്രായേൽ മക്കളെ നടത്തിയത് എങ്ങനെയാണെന്ന് യോശുവയ്ക്ക് നന്നായി അറിയാം. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള യോശുവയോടാണ് കർത്താവ് കനാൻ നാട് കീഴടക്കുന്നതിനെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത്. അപ്പോഴാണ് ദൈവം പറയുന്നത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. 2 തിമോത്തി 2:1 നമ്മൾ കാണുന്നുണ്ട്, എന്റെ മകനെ ക്രിസ്തുവേശുള്ള കൃപയാൽ ശക്തിപ്പെടുക. അതുപോലെ 1 കൊരിന്തി 16:13 നമ്മൾ കാണുന്നുണ്ട്, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. അപ്പോൾ ഈ ധൈര്യപ്പെടുക എന്നുള്ള ഹീബ്രു ഭാഷയിൽ നിന്ന് തത്തുല്യമായി പുതിയ നിയമത്തിൽ ശക്തിപ്പെടുക എന്നുള്ള വാക്ക് നമ്മൾ അധികമായി റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്, ലേഖനങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അതുപോലെ പഴയ നിയമത്തിൽ തന്നെ സങ്കീർത്തനം 27:14 യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക. നമ്മുടെ ധൈര്യം എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ധൈര്യം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ധൈര്യം ദൈവത്തിൽ നിന്നാണ് വരുന്നതാണ്, അങ്ങനെയാണ് വരേണ്ടത്. ദ സോഴ്സ് ഓഫ് അവർ കറേജ് കംസ് ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്നാണ് നമ്മുടെ ധൈര്യം വരേണ്ടത്. അതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. ദൈവമാണ് നമുക്ക് ധൈര്യം നൽകി തരുന്നത്. നമുക്ക് എപ്പോഴാണ് ധൈര്യം വേണ്ടത്? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പലവിധ കാര്യങ്ങൾ നടക്കുന്ന ഒരു ലോകമാണ്. ആ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ സർക്കംസ്റ്റാൻസസ്, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമുക്ക് കണ്ണുനീര് വരാവുന്ന, നമുക്ക് വേദന തരാവുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്, ചിലപ്പോൾ ഇനിയും നടന്നേക്കാം. നമ്മുടെ ജീവിതം ഒരു ഉയർച്ച താഴ്ചകളുടെ ഒരു സമ്മിശ്രമായ ജീവിതമാണ് നാം നയിക്കുന്നത്. ഉയർച്ച വരാം, താഴ്ച വരാം, നമുക്ക് ഒരു മലമേലുള്ള ഒരു എക്സ്പീരിയൻസ് വരാം, നമുക്ക് താഴ്വരയിലുള്ള എക്സ്പീരിയൻസ് വരാം. നമ്മൾ ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവദാസൻ, ഒരു ദൈവദാസി, ഒരു ദൈവ പൈതൽ എപ്പോഴും ലോകത്തിൽ ജീവിക്കുമ്പോൾ ഉയർച്ച താഴ്ചകളിലൂടെ ആണ് പോകുന്നത്. അതിന്റെ ഒരു സമ്മിശ്രത്തിലൂടെയാണ് പോകുന്നത് ജീവിതത്തിൽ. അങ്ങനെ നാം പലവിധ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ നാം എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്? നാം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? നാം ധൈര്യമുള്ളവരായിട്ടാണോ പ്രതികരിക്കുന്നതോ ഭയത്തോടെയാണ് പ്രതികരിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ധൈര്യശാലികളാകുന്നതിന് പകരം ഭയപ്പാടുകൂടെ, എന്ത് സംഭവിക്കും, ആകുലതയോടുകൂടെ ആണ് നാം പല കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബോസ്റ്റൺ പ്രയർ ലൈനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആകുലതയെ പറ്റി ഒരു പ്രസംഗം എനിക്ക് തോന്നുന്നു പ്രസംഗിച്ചത് ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതായിട്ട് വി വർഗീസ് പാസ്റ്റർ പ്രസംഗിച്ചാണ് കണ്ടെന്നത്. അപ്പം ആകുലതയോടാണോ നാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത്, അതോ ഭയപ്പാടോടുകൂടെയാണോ നാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്, അതോ ധൈര്യത്തോടെയാണോ നാം നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ ജീവിതത്തെ നാം അഭിമുഖീകരിക്കുന്നതെന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലേ? അപ്പം ആകുലത ഒരു പാപമാണ്. അത് ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പലപ്പോഴും പിശാചാണ് ആകുലത നമുക്ക് നൽകി തരുന്നത്. പിശാചാണ് നമുക്ക് പലവിധ ഭയങ്ങൾ നൽകി തരുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഒരു ആജ്ഞാപനം, ദൈവത്തിന്റെ ഒരു കമാൻഡ് എന്ന് പറയുന്നത് നാം ആകുലതയോടോ ഭയത്തോടോ ഇരിക്കണം എന്നുള്ളതല്ല, മറിച്ച് ദൈവം പറയുന്നത് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. അപ്പൊ ഭയപ്പെടേണ്ട എന്ന കമാൻഡ് നമുക്കറിയാം, ഫിയർ നോട്ട്. ഭയപ്പെടേണ്ട എന്ന കമാൻഡ് ഏകദേശം 200-250 പ്രാവശ്യത്തിൽ കൂടുതൽ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ, ഭയപ്പെടേണ്ട. അനേക ദൈവദാസന്മാരോട്, ദൈവഭൃത്യന്മാരോട് ദൈവം അരുളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്, ഐ എം വിത്ത് ദീ. ശിഷ്യന്മാരോട് ദൈവം പറയുന്നുണ്ട് പുതിയ നിയമത്തിൽ, ഭയപ്പെടേണ്ട. അത് ദൈവത്തിന്റെ ഒരു കമാൻഡാ. ആ കമാൻഡ് നാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ആ ദൈവം ചുമ്മാതെ ഇങ്ങനെ പറയുമല്ല, നിങ്ങൾ ഭയപ്പെടേണ്ട, അതൊരു കൺസോലേഷൻ അല്ല, അതൊരു കംഫർട്ട് മാത്രമല്ല. അങ്ങനെ അതിനെ എടുക്കരുത്. പലപ്പോഴും നമ്മളുടെ പ്രശ്നം അതാണ്. നമ്മൾ ഈ ഇപ്പൊ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ
നിങ്ങളെ വിഷമിക്കണ്ട എന്ന് പറഞ്ഞാൽ മനുഷ്യർ പറയുമ്പോൾ നമ്മളതൊരു കംഫർട്ടായിട്ട് എടുക്കുന്നത്, നമ്മളൊരു കൺസോളിങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നത്, നമ്മളെ സാന്ത്വനിപ്പിക്കുന്ന ഒരു വാക്കായിട്ടാണ് നമ്മൾ എടുക്കുന്നത് പലപ്പോഴും. പക്ഷേ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്ന് ദൈവം പറയുമ്പോൾ അതൊരു കംഫർട്ട് അല്ല, അതൊരു കൺസോളേഷൻ അല്ല, അതൊരു സാന്ത്വനമല്ല, മറിച്ച് അതൊരു ആജ്ഞാപനമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടേണ്ട എന്നൊക്കെ പറയുന്നത്, ദൈവം പറയുന്നത് അതൊരു കമാൻഡാണ്, അതൊരു ആജ്ഞാപനമാണ്. അത് നാം പൂർണ്ണമായി അനുസരിക്കേണ്ട ഒരു കാര്യമാണ്. അതനുസരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസിക തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, നമ്മുടെ ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ, നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമ്മുടെ മാനസിക തലത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കത് ഒരിക്കലും അതിനെ പൂർണ്ണമായി അനുസരിക്കുവാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ മാനസിക ശക്തികളൊക്കെ ചോർന്നു പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമുള്ളത്. ദൈവത്തിന്റെ ശക്തി നമുക്ക് അവിടാണ് ആവശ്യം വരുന്നത്, അവിടാണ് നമുക്ക് ദൈവത്തെ ആവശ്യമായി വരുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് മാത്രമേ നമുക്ക് ആ ശക്തി ലഭിക്കുകയുള്ളൂ, ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ആ ധൈര്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പുതിയ നിയമ വാക്യങ്ങളൊക്കെ വായിച്ചത്. ഈ 2 തീമോത്തി 2:1, എന്റെ മകനെ ക്രിസ്തുവേശുള്ള കൃപയാൽ ശക്തിപ്പെടുക. അപ്പൊ എങ്ങനെ നമുക്ക് ശക്തിപ്പെടാൻ പറ്റും? നമുക്ക് യേശു ക്രിസ്തുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുവാൻ പറ്റും. ക്രിസ്തുവിന്റെ കൃപ, ക്രിസ്തുവിന്റെ കരുണ അത് എല്ലാ ദിവസവും പുതിയതാണ്, അല്ലേ? അത് ഇന്നലത്തെ കൃപ പോരാ നമുക്ക് ഇന്ന് ജീവിക്കാൻ, ഇന്നലത്തെ കരുണ പോരാ നമുക്ക് ഇന്ന് ജീവിക്കാൻ. ഇന്ന് പുതിയ കൃപകൾ വേണം, ഇന്ന് പുതിയ കരുണ നമുക്ക് ആവശ്യമുണ്ട്. കാരണം നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇന്നലത്തേതല്ല, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ ഇന്നലത്തേതല്ല, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പല കാര്യങ്ങളും ഇന്നലെ നമ്മൾ കണ്ടതല്ല, അല്ലെ മിനിഞ്ഞാന്ന് കണ്ടതല്ല, കഴിഞ്ഞ ആഴ്ച കണ്ടതല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതായിരിക്കണമെന്നില്ല. ആ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കാൻ കർത്താവിന്റെ പുതിയ കൃപ നമുക്ക് ആവശ്യമാണ്. ആ കൃപയാലാണ് നാം ദൈവത്തിൽ ശക്തിപ്പെടേണ്ടത്. ആ കൃപയാലാണ് ദൈവം നമ്മോട് ആജ്ഞാപിക്കുന്നത് ശക്തിപ്പെടുക എന്നുള്ളത്. എന്റെ മകനെ ശക്തിപ്പെടുക എന്ന് പരിശുദ്ധാത്മാവ് 2 തീമോത്തിയിൽ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിന് അറിയാം ദൈവത്തിന്റെ കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരും. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്നു. ആ ആത്മാവ് നമുക്ക് കൃപകൾ നൽകിത്തരും, നമുക്ക് വേണ്ട കരുണ നൽകിത്തരും. അതുപോലെ 1 കൊരിന്ത്യർ 16:13 ഞാൻ വായിച്ചു, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. അല്ലെ, അവിടെയും ശക്തിപ്പെടുക എന്നുള്ള ഒരു കമാൻഡ് നമ്മൾ കാണുന്നുണ്ട്. അത് ദൈവത്തിൽ ശക്തിപ്പെടുക എന്നുള്ളതാണ്. നാം ഉണർന്നിരിക്കുന്നതും നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നതൊക്കെ നമുക്ക് ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ദൈവത്തിൽ മാത്രമേ നമുക്ക് ധൈര്യം കണ്ടെത്തുവാൻ പറ്റുകയുള്ളൂ. ആ ധൈര്യം എന്തിനാണ്? നമ്മുടെ ലോക ഭയങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റുവാനാണ്. ഈ ഭയങ്ങൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ, ഈ ഭയത്തെ കീഴടക്കുവാനാണ് ദൈവത്തിന്റെ ശക്തി നമുക്ക് ആവശ്യം. അപ്പൊ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ യോശുവയുടെ ദൈവം പറയുമ്പോൾ കനാൻ ദേശം കീഴടക്കാൻ പോകുന്ന ഒരു രക്ഷാനായകനാണ് യോശുവ ഇസ്രായേൽ മക്കൾക്ക്. അപ്പോൾ യോശുവയ്ക്ക് ഉറപ്പും ധൈര്യവും ദൈവത്തിൽ നിന്ന് അധികമായി ആവശ്യമുണ്ട്. കാരണം ഇനിയും കനാൻ ദേശത്ത് അനേക യുദ്ധങ്ങളുണ്ട്, അനേക കാര്യങ്ങൾ യോശുവയ്ക്ക് ചെയ്യുവാനുണ്ട് ഇസ്രായേൽ മക്കളോട് കൂടെ നിന്ന്. അപ്പോൾ അങ്ങനെ അതിന്റെ കനാൻ ദേശത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്ന യോശുവയ്ക്ക് ദൈവത്തിന്റെ അമിതമായ കൃപകൾ ആവശ്യമുണ്ട്, ദൈവത്തിന്റെ ധൈര്യം ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നിൽക്കുന്നതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അല്ലെങ്കിൽ ദൈവം ആജ്ഞാപിക്കുന്നത് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. എന്നിട്ട് ദൈവിക ഉടമ്പടി ദൈവം റിപ്പീറ്റ് ചെയ്യുക, ഞാൻ അവർക്ക് കൊടുക്കാം എന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശം വിഭാഗിക്കും. നമുക്കറിയാം യോശുവ പിന്നീട് 12 ഗോത്രങ്ങൾക്കെല്ലാം വിഭാഗിച്ചു കൊടുക്കുന്നുണ്ട്. യോശുവ നമ്മൾ പുസ്തകം മൊത്തം 24 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഓരോ ഗോത്രങ്ങൾക്കും യോശുവ കനാൻ ദേശം വിഭാഗിച്ചു കൊടുക്കുന്നുണ്ട്. ആ ദൈവിക ഉടമ്പടി ദൈവം പൂർത്തീകരിച്ചു. നമുക്കത് യോശുവയുടെ പുസ്തകം വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവം അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവിക ഉടമ്പടിയിൽ നിന്ന് ദൈവം ഒരിക്കലും പിന്മാറുകയില്ല. ദൈവം സത്യം ചെയ്ത ഒരു കാര്യം, ദൈവം വാക്ക് പറഞ്ഞ ഒരു കാര്യം ദൈവം ഒരിക്കലും ദൈവം അതിനൊരിക്കലും ഒരു മാറ്റം വരുത്തുകയില്ല. ദൈവം പറഞ്ഞ സത്യങ്ങൾ, ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ, ദൈവം പറഞ്ഞ ഉടമ്പടികൾ ദൈവം അത് പാലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തെ ദൈവം എന്ന് നാം വിളിക്കുന്നത്. ഗോഡ് ഇസ് ഗോഡ് ബിക്കോസ് ഹി ഈസ് എൻ ഇമ്മ്യൂട്ടബിൾ ഗോഡ്. ഹിസ് ക്യാരക്ടർ, ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവം വാക്ക് മാറ്റുന്ന ഒരു ദൈവമല്ല. അതൊക്കെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നാം രുചിച്ചറിഞ്ഞവരാണ്. യോശുവയോട് പറയുമ്പോൾ ദൈവം പറയുകയാണ് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്ന കനാൻ ദേശം, അല്ലേ? അപ്പൊ അതാണ് എനിക്ക് അടുത്തത് പറയാനുള്ളത്. കനാൻ ദേശമാണ് ദൈവിക വാക്തത്വമായി ഇസ്രായേൽ മക്കൾക്ക് ദൈവം ദാനം ചെയ്തത്. എന്നാൽ നമ്മുടെ അവകാശം എന്താണ്? കനാൻ ദേശമാണ് ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി ലഭിച്ചത്, അല്ലെങ്കിൽ കനാൻ ദേശത്തിലേക്കാണ് അവർ കടക്കുവാൻ പോകുന്നത്. എന്നാൽ ഒരു പുതിയ നിയമ ഭക്തർ എന്ന നിലയിൽ, പുതിയ നിയമ ഭക്തർ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവം അവകാശം നൽകി തന്നിരിക്കുന്നത് നിത്യതയാണ്. നമുക്കതറിയാം. അപ്പോൾ കനാൻ ദേശത്തെയാണ് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്. എന്നാൽ നമ്മുടെ അവകാശം എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തിലെ എന്തെങ്കിലും
ദേശമോ ലോകത്തിലെ എന്തെങ്കിലും പ്ലഷേഴ്സോ ലോകത്തിലെ എന്തെങ്കിലും അവകാശങ്ങളല്ല, മറിച്ച് നമുക്കുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മുടെ നിത്യാവകാശമാണ്. എനിക്ക് തോന്നുന്നു കുറെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ബോസ്റ്റൺ പ്രയർ ലൈനിൽ അതിനെക്കുറിച്ച് പ്രസംഗിച്ചതാണ്. 1 പത്രോസ് 1:5-6 നമ്മൾ കാണുന്നുണ്ട്, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും പുതിയ നിയമ ഇസ്രായേൽ എന്ന നിലയ്ക്ക്, പുതിയ നിയമ ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക്, പുതിയ നിയമ ഭക്തർ എന്ന നിലയ്ക്ക് നമുക്കുള്ള അവകാശം കനാൻ ദേശമല്ല. നമുക്കുള്ള അവകാശം ഈ ലോകത്തിലെ എന്തെങ്കിലും പ്ലഷേഴ്സോ ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങളല്ല, മറിച്ച് ദൈവം നമുക്ക് അവകാശമായി നൽകി തന്നിരിക്കുന്ന നിത്യതയാണ്. ആ നിത്യാവകാശമാണ്. ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയൊന്നും ഇല്ലാത്ത അവകാശം. അത് നിത്യതയിൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗമാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ അവകാശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളോട് കൂടെ സംസാരിക്കുന്ന ഒരു 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 വാക്ക് ഒരു ഒരു കാര്യമാണ് നമ്മൾ ഈ 6-ാം വാക്യത്തിൽ കാണുന്നത്. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ഈ മരുഭൂ പ്രയാണത്തിൽ, ഈ ലോക ജീവിതത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നാം യാത്ര ചെയ്യുമ്പോൾ, ആ നിത്യാവകാശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നാം ഈ മരുഭൂ പ്രയാണത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കും വേണ്ട ഒരു സ്വഭാവമാണ് ഉറപ്പും ധൈര്യവും. ആ ഉറപ്പും ധൈര്യവും നാം ദൈവത്തിലാണ് കണ്ടെത്തേണ്ടത്. ആ ഉറപ്പും ധൈര്യവും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ സ്വയപ്രയത്നത്താലോ നമ്മുടെ സ്വയനീതിയാലോ ഒന്നും നമുക്ക് ഒരിക്കലും അതിനെ ഉണ്ടാക്കുവാൻ നമുക്ക് പറ്റുകയില്ല. നമുക്ക് ഈ ഉറപ്പും ധൈര്യവും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ ശ്രമിച്ചാൽ പോലും അതിനൊക്കെ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയില്ല, നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയില്ല. പലപ്പോഴും സാഹചര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പിന്നെയും വലുതാവുകയാണ് ചെയ്യുന്നത് പലപ്പോഴും. കാരണം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല, അതിന് നമുക്ക് ദൈവശക്തി ആവശ്യമാണ്. മനുഷ്യന് പരിമിതികളുള്ള, മനുഷ്യൻ ഫൈനൈറ്റ് ബീയിങ് ആണ്. എന്നാൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പരിധികളും പരിമിതികളും ഇല്ലാത്ത ഒരു ദൈവത്തെ നാം സേവിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ഉറപ്പും ദൈവത്തിന്റെ ധൈര്യവുമാണ് ഭയത്തെ നീക്കുവാൻ നമുക്ക് ആവശ്യം, അല്ലെ? ഈ ലോകത്തിലെ പലവിധ ഭയങ്ങളുണ്ട്. നാം മനുഷ്യരെ ഭയപ്പെടുന്നവരാകാം, നാം പ്രശ്നങ്ങളെ ഭയപ്പെടുന്നവരാകാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് ഭയം കാണാം, നമുക്ക് ആകുലതകൾ കാണാം, അല്ലെ? നമുക്ക് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആകുലത കാണാം, നമുക്ക് അതിനെപ്പറ്റിയുള്ള ഭയം കാണാം, നമുക്ക് അതിനെപ്പറ്റി ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാകാം. നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യം, നമ്മുടെ കുടുംബത്തെ പറ്റിയുള്ള ആകുലതകൾ, നമ്മുടെ കുടുംബത്തെ പറ്റിയുള്ള ഭയങ്ങൾ, നമ്മുടെ മക്കളായാലും നമ്മുടെ അമ്മയപ്പന്മാരായാലും നമ്മുടെ സഹോദരി സഹോദരന്മാരായാലും നമ്മുടെ കൂട്ടുകാരായാലും നമ്മുടെ സഭയെ പറ്റിയുള്ള ആകുലതകൾ, സഭയെ പറ്റിയുള്ള ഭയപ്പാടുകൾ, ഇങ്ങനെ പലവിധ ഭയങ്ങൾ ഉള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കാകെ ഒറ്റ ഭയമേ ആവശ്യമുള്ളൂ. നമുക്കറിയാം, ദൈവഭയം, അല്ലേ? ദൈവഭയം മാത്രമാണ് നമുക്ക് ആവശ്യം. ആ ഭയം അല്ലാതെ വേറൊരു ഭയവും ആവശ്യമില്ല. ആ ഭയം എന്ന് പറയുന്നത് നമുക്കറിയാം, ആ ദൈവഭയം എന്ന് പറയുന്നത് ഒരു ആകുലതയോ ഒരു പേടിയോ അല്ല, മറിച്ച് ദൈവത്തെ നാം ബഹുമാനിക്കുന്നതിന് ആ ബഹുമാനിക്കുന്നതിന് ദൈവത്തിന് കോൺഫറൻസിന് കൊടുക്കുന്ന പേരാണ് ദൈവഭയം എന്ന് പറയുന്നത്. ദൈവത്തിന് നാം വി ആർ ഇൻ ഓ ഓഫ് ഗോഡ്. ദൈവം ഭയങ്കരനാണ്, ദൈവം അതിശ്രേഷ്ഠനാണ്, ദൈവം ഏറ്റവും മഹത്വപ്പെടേണ്ട ഒരാളാണ്. ആ ഒരു ഓയിൽ നാം കൊടുക്കുന്ന ഒരു ബഹുമാനം, നാം കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് ദൈവഭയം എന്ന് പറയുന്നത്. അതൊഴിച്ച് വേറൊരു ഭയവും നമുക്ക് ആവശ്യമില്ല ഈ ലോകത്തിൽ. അത് ഒഴിച്ച് നമുക്ക് വേണ്ടത് ധൈര്യമാണ്. നാം ധൈര്യം സംഭരിച്ചാണ്, ദൈവത്തിൽ നിന്ന് ധൈര്യം സംഭരിച്ചാണ് ഓരോ നിമിഷവും ജീവിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്ത് വരുന്നത് എന്താണോ അതിനെ അഭിമുഖീകരിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിത്തരും. പക്ഷേ നമുക്ക് ദൈവമായ ഒരു ബന്ധം ആവശ്യമാണ്. ഒരു വ്യക്തിപരമായ ബന്ധം നമുക്ക് ദൈവവുമായി വേണം. യോശുവയ്ക്ക് അത് ഉണ്ടായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യോശുവ ഏകദേശം 40 വർഷം മോശ ദൈവത്തിന്റെ കൂടെ നടന്നത് യോശുവ കണ്ടു. മോശ എങ്ങനെയാണ് ദൈവത്തിന്റെ കൽപ്പനയോട് പ്രതികരിച്ചത് യോശുവ കണ്ടു. മോശയുടെ നെഗറ്റീവ്സും യോശുവ കണ്ടു. മോശയ്ക്ക് കനാൻ ദേശം കടക്കാൻ കഴിയാത്തതിന് കാരണമൊക്കെ നമുക്കറിയാം. ആവർത്തന പുസ്തകം നമ്മളത് വായിക്കുന്നുണ്ട്, പുറപ്പാടിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയും യോശുവ കണ്ടു. അപ്പോൾ യോശുവ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കനാൻ ദേശം കൈവശമാക്കുവാൻ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് ദൈവം ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നത്, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ആ ഉറപ്പ് എന്നിൽ നിന്നാണ് വരുന്നത്. ദൈവം പറയുന്നത് ആ ഉറപ്പ് എന്നിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആശ്രയം ദൈവത്തിൽ വെച്ചാൽ മാത്രമേ ദൈവത്തിൽ നമുക്ക് ആ ശക്തി സംഭരിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിൽ നമ്മുടെ വിശ്വാസവും ദൈവത്തിൽ നമ്മുടെ ആശ്രയവും വെച്ചാലേ ദൈവത്തിൽ നമുക്ക് ആ ധൈര്യം സംഭരിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ
എനിക്ക് പറയാനുള്ളത് 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും ദൈവവുമായ ഒരു വ്യക്തിപരമായ ബന്ധവും സ്ഥാപിച്ചാൽ മാത്രമേ നമുക്ക് ഉറപ്പും ധൈര്യമുള്ളവരായി ഈ ലോകത്തിൽ ഇരിക്കുവാൻ പറ്റുകയുള്ളൂ. ഉറപ്പും ധൈര്യമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആ ഉറപ്പും ധൈര്യത്തിന്മേലാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നാം നയിക്കേണ്ടത് ഓരോ ദിവസവും. ആ ഉറപ്പും ധൈര്യവും ഞാൻ മുമ്പേ വായിച്ചതുപോലെ ക്രിസ്തുവേശുവിന്റെ കൃപയാലാണ് നാം ശക്തിപ്പെടേണ്ടത് അനുദിനം. ക്രിസ്തുവേശുവിന്റെ കൃപയാൽ അങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽപ്പാൻ പറ്റും. അങ്ങനെ നമുക്ക് ശക്തിപ്പെടുവാൻ പറ്റും. ഓരോ ദിവസവും നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. അപ്പൊ ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ധൈര്യം ഒരിക്കലും പ്രശ്നങ്ങളുടെ ആബ്സെൻസ് അല്ല. പലപ്പോഴും അങ്ങനെ ഞാൻ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, പ്രശ്നങ്ങൾ നമുക്ക് വരത്തില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ഒരിക്കലുമല്ല. ബൈബിൾ ഒരിക്കലും അത് പറയുന്നതുമില്ല. ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവവൈതൽ എന്ന നിലയിൽ നാം പ്രശ്നങ്ങളോടൊക്കെയും പോകേണ്ടതാണ്. ഞാൻ മുമ്പേ അതിനെക്കുറിച്ച് വിവരിച്ചു. ഉയർച്ച താഴ്ചകളുടെ സമ്മിശ്രമാണ് ഇഹലോക ജീവിതം ഒരു ക്രിസ്ത്യാനിക്ക്. അപ്പൊ ഈ ജീവിതത്തിലൂടെ പോകുമ്പോൾ നാം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. അപ്പൊ ധൈര്യം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ആ പ്രശ്നങ്ങളെ കൃപയോടുകൂടെ നേരിടുക എന്നുള്ളതാണ് ധൈര്യം എന്ന് പറയുന്നത്. അപ്പൊ ധൈര്യത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്? ഈ ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഈ യോശുവയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, അവർ നേരിടാൻ പോകുന്ന, അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, അവർ നേരിടാൻ പോകുന്ന സാഹചര്യങ്ങളെ ആ കൃപയോടുകൂടെ, ദൈവകൃപയോടുകൂടെ, ദൈവശക്തിയോടുകൂടെ നേരിടുന്നതിനാണ് ധൈര്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണ്. നമ്മുടെ ഇഹലോക ജീവിതത്തിൽ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ, നമ്മുടെ ഈ മരുഭൂ പ്രയാണത്തിൽ, നമ്മുടെ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ 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 ഒരു ലെവൽ, അല്ലെങ്കിൽ നാം എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത്, കൃപയോടുകൂടെ നേരിടുന്നതിനെയാണ് ധൈര്യം എന്ന് നമുക്ക് പറയാൻ പറ്റുക. അതാണ് വേദപുസ്തകം പ്രതിനിധാനം ചെയ്യുന്നത്. അതാണ് വേദപുസ്തകം ധൈര്യത്തെ പറ്റി പറയുന്നത്. അതാണ് നമ്മൾ മുമ്പേ വായിച്ചത്. നമ്മുടെ ഹൃദയം യഹോവയെങ്കിൽ ഉറച്ചിരിക്കണം, നാം യഹോവയെങ്കിൽ പ്രത്യാശ വെക്കണം. അങ്ങനെ യഹോവയിൽ പ്രത്യാശ വെച്ചാലേ നമുക്ക് ധൈര്യപ്പെട്ടിരിക്കാൻ പറ്റുകയുള്ളൂ. ആ ധൈര്യം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സോഴ്സ് ഓഫ് കറേജ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കംസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നാണ് ധൈര്യത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ധൈര്യം ഉത്ഭവിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ആ ധൈര്യമാണ് ഈ ലോക ജീവിതത്തിൽ നമുക്ക് സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടത്. അപ്പൊ അങ്ങനെ ധൈര്യത്തോടെയാണ് നാം ഈ ലോക ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്. ഈവൻ കൃപാസനത്തിലേക്ക് വരുന്നുണ്ട്, ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വരിക, അല്ലെ? അങ്ങനെ നാം കാണുന്നത് വാക്യം, ധൈര്യത്തോടെ കരുണാസനത്തിലേക്ക് കടന്നു ചെല്ലുക. ആ ധൈര്യം ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് എന്തും, ഈ ലോകത്തിൽ എന്തും നടന്നുകൊള്ളട്ടെ, എനിക്കെന്റെ ദൈവം മതി, എൻ്റെ യേശുവിനെ മതി. നമ്മൾ പാട്ടിൽ പാടിയതുപോലെ, അല്ലെ പാടുന്നത് പോലെ, എനിക്ക് യേശുവിനെ മതി. കർത്താവ് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഏത് സാഹചര്യവും ധൈര്യത്തോടെ നേരിടാം എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ദൈവപൈതൽ എന്ന നിലയിൽ നമുക്കത് പറയാൻ പറ്റണം. ആ ധൈര്യം സംഭരിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ആ ധൈര്യം നമുക്ക് വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ആ ധൈര്യത്തിന്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. ആ ഉറപ്പ് നമുക്ക് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? നാം ദൈവത്തിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആശ്രയം വെക്കുമ്പോൾ, ദൈവമായ ഒരു വ്യക്തിപരമായ ബന്ധം നാം സ്ഥാപിക്കുമ്പോൾ, ദൈവത്തോടുകൂടി നാം നടക്കുമ്പോൾ, ഹാനോക്ക് നടന്നതുപോലെ അനുദിനം ദൈവത്തോടുകൂടി നടക്കുമ്പോൾ ദൈവം തന്റെ കൃപ നമ്മുടെ മേൽ പകരും. ആ കൃപയാലാണ് നാം ശക്തിപ്പെടുന്നത്. ആ കൃപയാലാണ് നാം ധൈര്യപ്പെടുന്നത്. അങ്ങനെ ആ ധൈര്യത്തോടുകൂടെയാണ് നാം ഈ സാഹചര്യങ്ങളെ, ഈ ലോക സാഹചര്യങ്ങളെ നാം അഭിമുഖീകരിക്കുന്നത്. അങ്ങനെ കൃപയോടുകൂടെ, ദൈവകൃപയോടെ ഈ ലോകത്തിലെ സാഹചര്യങ്ങളെ നാം നേരിടുന്നതിനാണ് ധൈര്യം എന്ന് പറയുന്നത്. അതൊരിക്കലും ഭയത്തിന്റെ ആബ്സെൻസ് അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ആബ്സെൻസ് അല്ല, മറിച്ച് അതിനോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? കൃപയോടുകൂടെ പ്രതികരിക്കുക. നമ്മുടെ ഏത് സാഹചര്യങ്ങൾ നാം നേരിടേണ്ടി വന്നാലും ദൈവകൃപയോടുകൂടെ പ്രതികരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിനെയാണ് ദൈവം ധൈര്യം എന്ന് വിളിക്കുന്നത്. ആ ധൈര്യത്തോടു കൂടിയാണ് നാം നമ്മുടെ മരുഭൂ പ്രയാണം യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ ധൈര്യത്തോടുകൂടി അവസാനത്തോളം നാം സഹിച്ചു നിൽക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ നിത്യാവകാശം ലഭിക്കും. അങ്ങനെ നമ്മുടെ നിത്യാവകാശം ദൈവം നമുക്ക് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവസാനത്തോളം ആ നിത്യാവകാശത്തിന് വേണ്ടി നാം പോരാടണം. അങ്ങനെ പോരാടുന്നത് എങ്ങനെയാണ്? എബ്രായ ലേഖനം 12 നമ്മൾ കാണുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ മാത്രം നോക്കുക. യേശുവിനെ മാത്രമേ നോക്കരുത്, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്. അത് നമ്മൾ ഇനിയും കാണുന്നുണ്ട്. 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് പിന്നെയും നമ്മൾ കാണുന്നുണ്ട്, നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക, ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എബ്രായർ 12 നമ്മൾ കാണുന്നുണ്ട്,
വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തതുമായ യേശു ക്രിസ്തുവിനെ മാത്രം നോക്കുക. നമ്മുടെ ലക്ഷ്യം കർത്താവാണ്. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. നമ്മുടെ ലക്ഷ്യം കർത്താവിലേക്ക് നോക്കുക എന്നുള്ളതാണ്. കർത്താവിനെ നോക്കിയാണ് നാം ഓടേണ്ടത്. നാം 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 ഒരു ഒരു ക്രിസ്തീയ ഓട്ടമാണ്. അതൊരു മെറ്റഫറാണ്. നമുക്കറിയാം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നാം ഒരു ക്രിസ്തീയ ഓട്ടത്തിലാണ്. അപ്പൊ ഈ ഓട്ടം നാം ഓടുമ്പോൾ, നമുക്കറിയാം ഓട്ട മത്സരം ഓടുമ്പോൾ ഈ അത്ലറ്റിക്സ് ഒക്കെ കാണുന്നതിന്, ഒളിമ്പിക്സ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഓടുന്നവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഫൈനൽ പോയിന്റ് ആണ്, ഫൈനൽ ടാർഗറ്റ് ആണ്. അവരുടെ ലക്ഷ്യം ഗാലറി ഇരിക്കുന്നവരോ, അവരുടെ ലക്ഷ്യം ആരൊക്കെ ചിരിക്കുന്നു, ആരൊക്കെ കൈകൊട്ടുന്നു എന്നുള്ളതല്ല. അതൊക്കെ അവർക്കൊരു പ്രോത്സാഹനമായിരിക്കാം. പക്ഷെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫൈനൽ ടാർഗറ്റിൽ എത്തുക എന്നുള്ളതാണ്, ഫൈനൽ പോയിന്റിൽ എത്തുക എന്നുള്ളതാണ്, ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ളതാണ്. ഈവൻ ഓട്ടം അല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ, അല്ലെ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് യാത്ര പോവുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫൈനലി നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ആ എത്തുന്നത് വരെ നമ്മൾ പലവിധ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയേക്കാം. എന്നാൽ അവിടെ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ യാത്ര പോകുന്ന ഒരാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തുക എന്നുള്ളതാണ്. ആ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് മുമ്പ് പലവിധ പ്രതിബന്ധങ്ങളൊക്കെ നാം അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. എന്നാൽ നാം അവിടെ എത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതുപോലെ ഒരു ഓട്ട മത്സരം ഓടുന്ന ഒരാളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഓട്ടം ജയിക്കുക, ഫൈനൽ പോയിന്റിൽ എത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് നിത്യതയാണ്. നമ്മുടെ ഫൈനൽ പോയിന്റ് ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ ഏറ്റവും അതിശ്രേഷ്ഠമായി നേടുക, ഏറ്റവും മഹത്തരമായുള്ള അനുഗ്രഹങ്ങൾ ഈ ലോകത്തിൽ നേടുക എന്നുള്ളതല്ല. അങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നമ്മൾ ഈ ലോകത്തിൽ പട്ടുപോകും. അങ്ങനെയാണ് അനേകർ പട്ടുപോയത്, അല്ലെ? അനേകർ നമ്മോട് കൂടെ ഓട്ടം ഓടി, നമുക്ക് മുമ്പേ ഓട്ടം ഓടി അനേകർ ഈ ഓട്ടക്കളത്തിൽ പട്ടുപോയവരാണ്. എന്നാൽ നാം അങ്ങനെ പട്ടുപോകുവാൻ നാം പട്ടുപോകാൻ പാടില്ല. അതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം യോശുവയോടും പറയുന്നത്, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഇത്രയും 40 വർഷം മരുഭൂ പ്രയാണത്തിലൂടെ അവരെ നടത്തി, ഇനി കനാൻ ദേശത്തിന്റെ ആദ്യത്തിൽ ചെന്ന് കനാൻ ദേശത്ത് യുദ്ധം ചെയ്ത് പട്ടുപോകണമെന്നല്ല ദൈവം ഇസ്രായേൽ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ആ യുദ്ധമൊക്കെയും ജയിച്ച് കനാൻ ദേശം മുഴുവനായി നേടി യോർദാന്റെ കിഴക്കും പടിഞ്ഞാറും ഉള്ള ദേശങ്ങളെല്ലാം അവകാശമാക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഇസ്രായേൽ മക്കൾ അവിടെ വാഴണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതാണ് ദൈവിക ഉടമ്പടി. എന്നാൽ പിന്നീട് നമ്മളത് കാണുന്നുണ്ട്, ചില സ്ഥലങ്ങൾ അവർക്ക് നേടുവാൻ പറ്റിയില്ല. നമ്മളത് പിന്നീടുള്ള അധ്യായങ്ങൾ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പിന്നീട് അവർ ബാലിന്റെ വിഗ്രഹങ്ങളെ സേവിച്ചു എന്നുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അവര് കീഴടങ്ങി അവർ അന്യദൈവങ്ങളെ ആരാധിക്കാൻ പോയി. യോശുവയുടെ കാലം കഴിഞ്ഞ് നമുക്കറിയാം അന്യദൈവങ്ങളെ സേവിക്കാൻ പോയി. അങ്ങനെയാണ് പിന്നെ ന്യായാധിപന്മാർ വരുന്നത്, രാജാക്കന്മാർ വരുന്നത്. നമുക്ക് ആ ചരിത്ര പശ്ചാത്തലം പറയും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവിക നീതി എന്തായിരുന്നു, ദൈവിക ആഗ്രഹം എന്തായിരുന്നു, അത് സാധിക്കാൻ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് സാധിച്ചില്ല. അത് അവർക്ക് സാധിപ്പിക്കുവാൻ പറ്റിയില്ല. അവർ ദൈവിക ഉടമ്പടിയിൽ നിന്ന് അവർ മാറി. ദൈവം മാറിയില്ല, പക്ഷെ അവർ മാറി. എന്നാലും ദൈവിക ഉടമ്പടിക്ക് ദൈവം മാറ്റം വരുത്തിയിട്ടില്ല. ഇസ്രായേൽ മക്കൾക്ക് ഇനിയും അവസരമുണ്ട്. റോമർ 11 നമ്മൾ കാണുന്നുള്ളൂ, ഇസ്രായേൽ പിന്നെയും കുത്തിയെങ്കിലേക്ക് നോക്കും. ഇസ്രായേലിനെ ദൈവം കൈവിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ദൈവം കനാൻ ദേശം ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുത്തു. അങ്ങനെ എല്ലാ ഗോത്രങ്ങൾക്കും യോശുവ വിഭാഗിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതാണ് എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് പിന്നീടും പറയാണ്, നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ സൂപ്പർലേറ്റീവ് ഡിഗ്രി, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക മാത്രമല്ല, നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓൺലി ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. മുമ്പേ ബി സ്ട്രോങ് ആൻഡ് കറേജിയസ് എന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷിൽ ഇവിടെ പറയുന്നത് ഓൺലി ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. നല്ല ഉറപ്പും നല്ല ധൈര്യമുള്ളവനായിരിക്കുക. എന്നാൽ മാത്രമേ കനാൻ ദേശം അവർക്ക് പിടിച്ചടക്കുവാൻ പറ്റുകയുള്ളൂ, യുദ്ധങ്ങളെയൊക്കെ ജയിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കർത്താവ് പിന്നെയും ആ നിർദ്ദേശം കൊടുക്കുകയാണ്, നല്ല ഉറപ്പും നല്ല ധൈര്യമുള്ളവനായിരിക്കുക. എന്നിട്ട് കർത്താവ് പറയുന്നൊരു പ്രധാന കാര്യമാണ്, അങ്ങനെ ഇരുന്നാൽ മാത്രമേ നീ ചെല്ലുന്നിടത്തൊക്കെ നീ ശുഭമായി ഇരിക്കുകയുള്ളൂ. അപ്പൊ ശുഭമായി ഇരിക്കുക, അല്ലെ? ആ കനാൻ ദേശത്തിൽ ഇസ്രായേൽ മക്കൾ ശുഭമായി ഇരിക്കണമെങ്കിൽ അവർ നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും അവർക്ക്? അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, അല്ലെ? അപ്പൊ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മുടെ ഓട്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നമ്മുടെ ഓട്ടം നിത്യതയിലാക്കാക്കിയാണ്. നമ്മുടെ ഓട്ടം കർത്താവിനെ ലാക്കാക്കിയാണ്, കർത്താവിനെ ലക്ഷ്യമാക്കിയാണ്, നമ്മുടെ നിത്യതയെ ലക്ഷ്യമാക്കിയാണ്, സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് നാം ഓടുന്നത്. നമുക്കുള്ള നിത്യാവകാശത്തെ ലക്ഷ്യമാക്കിയാണ് നാം ഓടുന്നത്. അപ്പൊ ആ ഓട്ടത്തിനിടയിൽ പലവിധ ഡിസ്ട്രാക്ഷൻസ് വരാം.
പാപമാണ് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ, ഈ ലോകത്തിലെ നേട്ടങ്ങൾ, ഈ ലോകത്തിലെ പൊസിഷൻസ്, ഈ ലോകത്തിലെ പലവിധ സാഹചര്യങ്ങൾ അതിന് ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് വന്നേക്കാം. എന്നാൽ ആ ഡിസ്ട്രാക്ഷനെ ഒക്കെ നാം എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്, അല്ലെ? ഒരു മാനുഷിക ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ നാം ഈ ലോകത്തിലെ ഡിസ്ട്രാക്ഷൻസിനെ, നമ്മുടെ ഓട്ടത്തിൽ നമ്മെ പിന്മാറ്റാൻ ശ്രമിക്കുന്ന, നമ്മുടെ ഓട്ടത്തിൽ നിന്ന് നമ്മുടെ കണ്ണു മാറ്റാൻ ശ്രമിക്കുന്ന എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, അത് പാപമാകാം, പ്രശ്നങ്ങളാകാം, പ്രതിസന്ധികളാകാം, എന്തുവിധ കാര്യങ്ങളും ആകാം, അല്ലെ? നമ്മുടെ കുടുംബമാകാം, ചിലപ്പോൾ നമ്മുടെ സഭയാകാം, നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാകാം, ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളാകാം, നമ്മുടെ വിദ്യാഭ്യാസമാകാം, നമ്മുടെ ജോലിയാകാം, എന്തുവിധമായിക്കൊള്ളട്ടെ, ഓട്ടത്തിൽ, നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തിൽ നിന്ന് കർത്താവിനെ ലാക്കാക്കി ഓടുന്നതിൽ നിന്ന് നമ്മെ എന്തൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിനോട് നാം കൃപയോടുകൂടെ ഉറപ്പും ധൈര്യമുള്ളവരായി പ്രതികരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ധൈര്യത്തോടെ പ്രതികരിക്കണമെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിൽ നമുക്ക് ആശ്രയം വേണം, ദൈവത്തിൽ നമുക്ക് വിശ്വാസം വേണം, ദൈവത്തോട് കൂടെ നാം നടക്കണം, ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധം വേണം. ഇത് നാലും ഉണ്ടെങ്കിലേ നമുക്ക് ആ ഓട്ടം വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഓടി പൂർത്തീകരിച്ചവരാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വിശ്വാസ വീരന്മാരെന്ന് നമ്മൾ കാണുന്നത്, അല്ലെ? അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്ന് പറയുന്നതിന്റെ കാരണം ദാവീദ് പാപം ചെയ്തില്ല എന്നല്ല. ദൈവത്തിനറിയാം ദാവീദ് പാപം ചെയ്തു എന്നുള്ളത്. എന്നാൽ ദാവീദ് മാനസാന്തരപ്പെട്ടു, തിരികെ ഹി റിപ്പന്റഡ്, പിന്നീട് ദൈവത്തോടു കൂടി നടന്നു. അതുപോലെ അബ്രഹാം ആണെങ്കിൽ ഇവരുടെ എല്ലാം ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു. നോഹയുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു, അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം തെറ്റ് ചെയ്തു, മോശയുടെ ജീവിതത്തിൽ മോശ തെറ്റ് ചെയ്തു. എന്നാൽ ഇവരെയൊക്കെയും ദൈവം വിശ്വാസ വീരന്മാരെന്ന് വിളിക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് അവർ ദൈവത്തിൽ തങ്ങളുടെ ആശ്രയം വെച്ചു എന്നുള്ളതാണ്, ദൈവത്തിൽ തങ്ങളുടെ വിശ്വാസം വെച്ചു എന്നുള്ളതാണ്. അവരുടെ അടിസ്ഥാനം ദൈവമായിരുന്നു, അവരുടെ അടിസ്ഥാനം പ്രമാണമായിരുന്നു, ന്യായപ്രമാണമായിരുന്നു അവരുടെ അടിസ്ഥാനം. നമ്മൾ ഇനിയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിസ്ഥാനം ദൈവത്തിലായിരിക്കണം. നമ്മുടെ അടിസ്ഥാനം ദൈവത്തിലല്ലെങ്കിൽ പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നാം ഈ ഓട്ടത്തിൽ പട്ടുപോകും. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അനേക ഭക്തന്മാർ, നമ്മൾ പാടുന്ന പാട്ടറിയാമല്ലോ, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ, അല്ലെ? നമുക്ക് അറിയാവുന്നൊരു പാട്ടാണത്. എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. നമ്മിലും ഭക്തന്മാരായ, നമ്മിലും ശക്തന്മാരായ അനേകർ ഓടിയ ഒരു ഓട്ടമാണ് നാമും ഓടുന്നത്. ആ ഒരു പോർക്കളത്തിലാണ്, ആ ഒരു മരുഭൂ പ്രയാണത്തിലാണ് നാമും ജീവിക്കുന്നത്, ആ ഒരു മരുഭൂ പ്രയാണത്തിലാണ് നാമും ഓടുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് ഉറപ്പും ധൈര്യവും ഇല്ലാത്തവരായി നാം ഓടിയാൽ പറ്റുന്ന പ്രശ്നം എന്ന് പറയുന്നത് നാം ഈ ഓട്ടത്തിൽ പട്ടുപോകും. പട്ടുപോയാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവം പറയുന്നത് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക, ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, ശുഭമായിരിക്കേണ്ടതിന്. നമ്മുടെ ശുഭഭാവി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പലപ്പോഴും അത് പ്രസംഗത്തിൽ ബോസ്റ്റൺ പ്രകടനത്തിന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശുഭഭാവി എന്ന് പറയുന്നത് നമ്മുടെ നിത്യാവകാശമാണ്. നമ്മുടെ നിത്യാവകാശം സ്വർഗത്തിൽ നമുക്ക് കാക്കപ്പെട്ടിരിക്കുന്ന, വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കുന്ന ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവ ഏശിയിട്ടില്ലാത്ത ആ നിത്യാവകാശം, 1 പത്രോസ് 1-ൽ പറയുന്ന ആ നിത്യാവകാശമാണ് നമ്മുടെ ശുഭഭാവി എന്ന് പറയുന്നത്. നമ്മുടെ ശുഭഭാവി എന്ന് പറയുന്നത് ദൈവത്തോടു കൂടി കാലാകാലങ്ങൾ നിത്യതയോളം വാഴുവാൻ പറ്റുമെന്നുള്ളതാണ്. ദൈവത്തോടു കൂടെ ഇരിക്കാൻ പറ്റുന്ന, ദൈവത്തോടു കൂടെ നമുക്ക് അനേക നാളുകൾ, അതായത് ഒരു എൻഡില്ലാത്ത, ഒരു അവസാനമില്ലാത്ത നിത്യതയോളം ദൈവത്തോടു കൂടെ വാഴാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ശുഭഭാവി എന്ന് പറയുന്നത്. ആ ശുഭഭാവി നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഈ ലോകത്തിൽ ചെയ്യേണ്ട പല ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറപ്പും ധൈര്യവും ഉള്ളവരായി ഈ ഓട്ടം നാം ഓടണം എന്നുള്ളത്. ഇടത്തോട്ടോ വലത്തോട്ടോ നാം മാറരുത്. അപ്പൊ എന്തിൽ നിന്നാണ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന് പറയുന്നത്? അതാണ് 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്നും നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ട, നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. അപ്പോൾ നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഒന്നാണ് നമുക്കറിയാം ഈ പ്രമാണം എന്ന് പറയുന്നത്. ഈ പ്രമാണം അനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്, അല്ലെ? ഈ ന്യായപ്രമാണം തന്നിരിക്കുന്നത് അനുസരിച്ച് ജീവിക്കാൻ ആണ് തന്നിരിക്കുന്നത്. അല്ലാതെ ഈ ന്യായപ്രമാണം ഈ ബൈബിള് വീട്ടിൽ വെറുതെ വെക്കുവാനല്ല, വെറുതെ വായിക്കുവാനല്ല, അല്ലെ? ഈ പ്രമാണത്തെ ധ്യാനിക്കണം, അല്ലെ? ഈ വാക്യത്തിൽ വായിക്കണം എന്നല്ല പറയുന്നത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്. അതിൽ എഴുതിയിരിക്കുന്ന പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം, അല്ലെ? അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നമുക്കറിയാം അവരുടെ കയ്യിൽ ബൈബിൾ ഇല്ല.
നമുക്കറിയാം. ഇത് യോശുവയുടെ പുസ്തകം, അല്ലെങ്കിൽ യോശുവ ഇപ്പോൾ കനാൻ ദേശത്തിന്റെ തുടക്കത്തിൽ നിൽക്കുമ്പോൾ അവരുടെ കയ്യിലുള്ളത് പഞ്ചഗ്രന്ഥങ്ങളാണ്. ഏതാണ്? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഇങ്ങനെ 5 പുസ്തകങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. മോശ ഇതെല്ലാം എഴുതി കൃത്യമായിട്ട് ദൈവം പറഞ്ഞ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഈ 5 പുസ്തകങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഈ 5 പുസ്തകത്തിൽ ദൈവം കൊടുത്ത പ്രമാണം അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ ന്യായപ്രമാണം നമ്മൾ വിളിക്കുന്ന ടോറ, അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് വിളിക്കുന്ന ഈ 5 പഞ്ചഗ്രന്ഥങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഈ പഞ്ചഗ്രന്ഥങ്ങളെ ധ്യാനിക്കണമെന്നാണ് ദൈവം യോശുവയോട് ഈ പശ്ചാത്തലത്തിൽ പറയുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ പഞ്ചഗ്രന്ഥങ്ങൾ മാത്രമല്ല, നമുക്ക് ഉള്ളത് 66 പുസ്തകങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ്, അല്ലേ? നമുക്ക് 66 പുസ്തകങ്ങളുള്ള ഒരു സ്ക്രിപ്ചർ, അല്ലെങ്കിൽ ഒരു ബൈബിളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വാക്യം അപ്ലൈ ചെയ്യുമ്പോൾ നാം ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? പഞ്ചഗ്രന്ഥങ്ങളെ മാത്രം വായിക്കണമെന്നല്ല, ധ്യാനിക്കണമെന്നല്ല, ഈ 66 പുസ്തകങ്ങളെ നാം ധ്യാനിക്കണം. ഇതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, അല്ലെ? ഒരു വള്ളിയോ പുള്ളിയോ നാം ആഡും ചെയ്യരുത്, സബ്ട്രാക്റ്റും ചെയ്യരുത്. നമ്മൾ കൂട്ടുകയും അരുത്, കുറയ്ക്കുകയും അരുത്. നമുക്കതിനുള്ള അവകാശമില്ല. ഇതിൽ ഓരോ വള്ളിയും പുള്ളിയും പോലും ഇമ്പോർട്ടൻ്റ് ആണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഈ ന്യായപ്രമാണം, ഈ 66 പുസ്തകമുള്ള വേദപുസ്തകം നാം രാവും പകലും ധ്യാനിക്കണം. അതൊരു കമാൻഡാണ്, അല്ലേ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതൊരു സാന്ത്വനമോ കംഫർട്ടിങ് സ്റ്റേറ്റ്മെന്റോ കൺസോളിങ് സ്റ്റേറ്റ്മെന്റോ നമുക്ക് ഉറപ്പും ധൈര്യമുള്ളവും കിട്ടാൻ വേണ്ടി മാത്രം വായിക്കണമെന്നല്ല ദൈവം പറയുന്നത്. ഇത് രാവും പകലും വായിക്കണമെന്നാണ്. അല്ല, ദൈവം പറഞ്ഞില്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, അതിനുവേണ്ടി നീ ന്യായപ്രമാണം വായിക്കണം എന്നല്ല പറഞ്ഞത്. അതിനുവേണ്ടി നീ ധ്യാനിക്കണമെന്നല്ല പറഞ്ഞത്. ന്യായപ്രമാണം രാവും പകലും ധ്യാനിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, നമ്മുടെ റൂട്ടീന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം നാം അത്, അല്ലേ? നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ പല കാര്യങ്ങൾ വേറെ ചെയ്യുന്നുണ്ട്. നാം ആഹാരം കഴിക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ നാം പലവിധ കാര്യങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ പ്രയോറിറ്റി ഉള്ള, അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് രാവും പകലും നാം ഈ ന്യായപ്രമാണം ധ്യാനിക്കണം. നാം ഈ വേദപുസ്തകം വായിക്കണം. ഈ വേദപുസ്തകം വായിച്ച് നാം ധ്യാനിക്കണം. നമുക്കറിയാം, 1 ദിനവൃത്താന്തം 22:13 നമ്മൾ കാണുന്നത്, യഹോവ ഇസ്രായേലിന് വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചിരിക്കുന്നുവെങ്കിൽ നീ കൃതാർത്ഥനാകും. ഇതിന്റെ ഈ വാക്യത്തിന്റെ വേറൊരു വേർഷന് 1 ദിനവൃത്താന്തം 22:13. ധൈര്യപ്പെട്ടിരിക്കുക, ഉറച്ചിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. ദൈവം ദാവീദിനോട് പറയുന്ന കാര്യമാണ് 1 ദിനവൃത്താന്തം 22:13. അവിടെയും പറയുന്നുണ്ട്, ദൈവം ഇസ്രായേലിന് വേണ്ടി മോശയോട് കൽപ്പിച്ച ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ചിരിക്കുന്നുവെങ്കിൽ നീ കൃതാർത്ഥനാകും. അപ്പോൾ ഈ വാക്യം പിന്നീട് നമ്മളവിടെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇത് പ്രമാണിക്കുന്നുവെങ്കിൽ നീ കൃതാർത്ഥനാകും, ധൈര്യപ്പെട്ട് ഉറച്ചിരിക്കുക. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉറപ്പും ധൈര്യവും നമുക്ക് വരും. അപ്പൊ അതും കൂടാണ് നമ്മൾ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഉറപ്പും ധൈര്യത്തിന് വേണ്ടി മാത്രമല്ല നാം ന്യായപ്രമാണം ധ്യാനിക്കേണ്ടത്, അത് ഓട്ടോമാറ്റിക്കലി വരും. അത് ഈ ന്യായപ്രമാണം നമുക്ക് സംഭാവന ചെയ്യുന്ന ഒരു കാര്യം, ഗിഫ്റ്റ് നൽകുന്ന കാര്യമാണ്. ഉറപ്പും ധൈര്യവും ഞാൻ മുമ്പേ പറഞ്ഞ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലേ? ദൈവത്തോട് കൂടെ നടക്കണം, ദൈവത്തിൽ നാം വിശ്വാസം ഓർക്കണം, ദൈവത്തിൽ നാം ആശ്രയിക്കണം, അങ്ങനെ ദൈവത്തിൽ നാം കൃപകൾ പ്രാപിക്കണം. ആ കൃപയോടുകൂടെയാണ് നമുക്ക് ധൈര്യം സംഭരിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് നമുക്ക് ദൈവത്തിൽ ശക്തിപ്പെടുവാൻ പറ്റുന്നത്. എന്നാൽ ന്യായപ്രമാണം ധ്യാനിക്കേണ്ടത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമായിട്ടാണ്. നാം രാവും പകലും അത് വായിക്കണം, നാം അത് ധ്യാനിക്കണം. ആവർത്തനം 5:32 നമ്മൾ കാണുന്നുണ്ട്, ആകയാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാൻ ജാഗ്രതയായിരിപ്പിൻ, ഇടത്തോട്ടെങ്കിലും വലത്തോട്ടെങ്കിലും മാറരുത്. മോശയോട് ദൈവം പറയുന്ന കാര്യമാണ് ആവർത്തനം 5:32. അതുപോലെ സദൃശ്യവാക്യങ്ങൾ 4:27. ഞാൻ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചുവിടാം, സമയക്കുറവുണ്ട്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക, അല്ലെ? സദൃശ്യം 4:27. അതുപോലെ ആവർത്തനം 28:14. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അപ്പൊ എന്തിനാണ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്ന് ദൈവം പറയുന്നത്? ഇവർ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ സംഭവിക്കാൻ പോകുന്ന ഇവർ അന്യദൈവങ്ങളെ സേവിക്കും. ആ ന്യായാധിപന്മാരുടെ പുസ്തകം നമുക്കറിയാം, യോശുവയുടെ കാലം കഴിഞ്ഞ് ഇവർ ബാലിന്റെ വിഗ്രഹങ്ങളെ സേവിച്ചു. അപ്പോൾ അവർ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി, ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ഉടമ്പടിയിൽ നിന്ന് മാറി. അപ്പൊ ദൈവത്തിന് അത് അറിയാം. അതുകൊണ്ടാണ് ദൈവം കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറി. ഇസ്രായേൽ മക്കൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നത് കാരണം മാറിയാൽ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അന്യ ദൈവങ്ങളെ, അന്യ ദേവാരാധികളെ ഉണ്ട് വേറെ ആ കനാൻ ദേശത്ത്. അപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്താൽ ഇവർ പിന്നീട് ബാലിന്റെ വിഗ്രഹങ്ങളെ സേവിക്കും, അന്യ ദൈവങ്ങളെ സേവിക്കും. അതുകൊണ്ടാണ് ദൈവം കൃത്യമായി പറയുന്നത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വിഗ്രഹമായിരിക്കില്ല, ഒരു അന്യ ദൈവം ഒരു വിഗ്രഹമായിരിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ വിഗ്രഹങ്ങൾ പലതാണ്, അല്ലേ?
നമ്മുടെ ജീവിതത്തിൽ പലവിധ വിഗ്രഹങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പലവിധ അന്യ ദൈവങ്ങളുണ്ട്. നാം ദൈവത്തിന് പകരമായി റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ അന്യ ദൈവങ്ങൾ ചിലപ്പോൾ ജോലിയായിരിക്കാം, നമ്മുടെ കുടുംബമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സഭയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കാം, ചിലപ്പോൾ എന്തും ആയിക്കൊള്ളട്ടെ. ദൈവത്തെ ഒന്നും റീപ്ലേസ് ചെയ്യുവാൻ പാടില്ല. ദൈവം ദൈവമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ആ ദൈവത്തെ നാം ദൈവമായ ജീവിതത്തിൽ വെക്കണമെങ്കിൽ നാം ന്യായപ്രമാണം രാവും പകലും ധ്യാനിക്കണം. അതാണ് എൻ്റെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. നാം രാവും പകലും പഠിക്കണം എന്നുള്ളതാണ്. ഇത് വായിച്ചാൽ മാത്രം പോലെ നമ്മൾ അപ്പൊ നമുക്കറിയാം, പലരുടെയും വേദപുസ്തകത്തിൽ ഏറ്റവും ഈ പൊന്തി നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തനത്തിന്റെ ഭാഗം. വേദപുസ്തകം ശ്രദ്ധിച്ചാൽ അറിയും. എല്ലാ ദിവസവും വായിക്കാത്തവർ, അല്ലെങ്കിൽ പല പുസ്തകങ്ങൾ വായിക്കാത്തവരാണ് മിക്കവരുടെയും ഈ ബൈബിൾ ശ്രദ്ധിച്ചാൽ ബൈബിളിൽ ഏറ്റവും പൊന്തി നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനത്തിന്റെ ഭാഗമാണ്. കാരണം അപ്പോഴേ നമുക്കറിയാം അവർ അതേ വായിക്കാറുള്ളൂ എന്നുള്ളത്, അല്ലേ? എന്നാൽ കർത്താവ് പറയുന്നത്, ദൈവം യോശുവോട് പറയുന്നത്, ഈ രാവും പകലും ധ്യാനിക്കണമെന്ന് പറയുന്നത് നമ്മൾ കവർ ടു കവർ വായിക്കണമെന്നുള്ളതാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുവാനാണ് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. വായിക്കുക മാത്രമല്ല, ധ്യാനിക്കുകയും ചെയ്യണം. അത് ബൈബിൾ നമ്മളെ വായിക്കുവാൻ പറ്റണം. ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നാം ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ വചനം നമ്മയും കൂടെയാണ് വായിക്കുന്നത്. നമ്മുടെ നിരൂപണങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വചനമാണിത്. ഈ വചനത്തിന്റെ പൂർത്തീകരണം നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 1 ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവാണ് ഇതിന്റെ പൂർത്തീകരണം. അപ്പൊ ഇതിലേക്കാണ് നമ്മളെ നടത്തേണ്ടത്. യേശു വചനം ജഡമായി തീർന്നു, അല്ലെ? എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് കർത്താവായ യേശു ക്രിസ്തു. വചനം ജഡമായി തീർന്നു. അപ്പോൾ കർത്താവിനെ നാം രാവും പകലും ധ്യാനിക്കണം. യേശു ക്രിസ്തുവിനെ രാവും പകലും നാം ധ്യാനിക്കണം. യേശു ക്രിസ്തുവിനെ നാം അനുകരിക്കുന്നവരായി തീരണം. അതാണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കണം നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? യേശു ക്രിസ്തുവിനെ നാം ധ്യാനിക്കണം. ഈ ബൈബിൾ നാം വായിക്കുന്ന എന്തിനാണ്? നാം യേശു ക്രിസ്തുവിനെ അനുകരിക്കുവാനുമാണ്. ഈ ഓട്ടക്കളത്തിൽ നാം ഓടുമ്പോൾ നാം ഓടുന്നത് വെറും ഈ ലോക മനുഷ്യരായിട്ടല്ല, മറിച്ച് ക്രിസ്തുവിനെ അനുകരിക്കുന്ന ദൈവ പൈതലായിട്ടാണ് നാം ഓടേണ്ടത്. നമ്മുടെ ഓട്ടം ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ടാണ്. എന്നാലേ നമുക്ക് നിത്യാവകാശത്തിലേക്ക് ചെന്നെത്തുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ക്രിസ്തുവിനെ നാം അനുദിനം അനുകരിക്കണം. ക്രിസ്തുവിനെ അനുകരിക്കുമ്പോഴാണ് നമുക്ക് ആ ഉറപ്പും ധൈര്യവും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാകുന്ന അന്നേരമാണ്. നമുക്കറിയാം, റോമർ 8:28-29 നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവെ നമ്മെ അനുദിനം ദൈവത്തോട് അനുരൂപമാക്കുക ചെയ്യുന്നത്, അല്ലെ? നമ്മിൽ തുടങ്ങിയ ദൈവപ്രവൃത്തി അത് അവസാനത്തോളം പരിശുദ്ധാത്മാവ് അത് പൂർത്തീകരിക്കും. ഫിലിപ്പിയർ 1:4-5 എന്നുള്ളത് കാണുന്നുണ്ട്. ദൈവം അത് പൂർത്തീകരിക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ അനുദിനം പ്രവർത്തിക്കുന്നതിന്റെ കാരണം എന്താണ്? ഫൈനൽ വരെ, അല്ലെങ്കിൽ അവസാനം വരെ നമ്മെ നിലനിർത്തുവാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ ഒരിക്കലും കൈവിടത്തില്ല. എന്നാൽ നാം നമ്മുടെ ചോയ്സസിലൂടെ, നമ്മുടെ തിരഞ്ഞെടുപ്പിലൂടെ മനുഷ്യർ ദൈവത്തെ കൈവിട്ടേക്കാം. കാരണം മനുഷ്യർ ചിലപ്പോൾ പാപത്തിന്റെ പുറകെ പോകുമ്പോൾ അവന്റെ ദൈവം വേണ്ട എന്ന് വന്നേക്കാം. അങ്ങനെ മുടിയനായ പുത്രൻ തന്റെ അപ്പനെ വിട്ട്, പിതൃഭവനത്തെ വിട്ട് അവൻ ലോകത്തിലേക്ക് പോയി. പിന്നീട് അവൻ തിരിച്ചു വന്നു. എന്നാൽ തിരിച്ചു വരാത്തൊരു പ്രധാന ക്യാരക്ടർ നമ്മൾ കാണുന്നുണ്ട്, ദേമാസ്. പൗലോസ് പറയുന്നുണ്ട്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയി. ദേമാസ് പൗലോസിന്റെ കൂടെ നടന്ന ഒരാളാണ്. അങ്ങനെ പലവിധർ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പലവിധ ആളുകൾ, അല്ലെ? നമ്മിലും ഭക്തർ, നമ്മിലും ശക്തർ വീണ് തകർന്ന ഒരു പോർക്കളമാണ് ഈ ഓട്ടക്കളം എന്ന് പറയുന്നത്. അവർക്കെല്ലാം പറ്റിയത് അവർ ഇടത്തോട്ടും വലത്തോട്ടും മാറിപ്പോയി എന്നുള്ളതാണ്. അവരുടെ ആദ്യത്തെ ദർശനത്തിൽ നിന്ന് അവർ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയപ്പോഴാണ് അവർ ഈ പോർക്കളത്തിൽ നിന്ന് പട്ടുപോയത്. അവർ ഈ ഓട്ടത്തിൽ നിന്ന് പുറത്തായത്. അവർക്ക് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കാതിരുന്നതിന്റെ കാരണം അവർ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയപ്പോഴാണ്, അവർ ഡിസ്ട്രാക്റ്റഡ് ആയപ്പോഴാണ്. ആ ഡിസ്ട്രാക്ഷനിൽ അവർ വീണുപോയി എന്നുള്ളതാണ് അവർക്ക് പറ്റിയ പ്രശ്നം. അത് നമുക്ക് പറ്റരുത്. പ്രത്യേകിച്ച് ഈ ബോസ്റ്റൺ പ്രയറിൽ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആരും ഈ വചനം കേട്ട് തള്ളിക്കളയരുത്. ഈ വചനം ദൈവം നമ്മോട് ഇന്ന് അരുളി ചെയ്യുന്നതിന്റെ കാരണം സാധ്യതയുണ്ട്, അല്ലേ? ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ അനേക സാധ്യതകൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. പാപം നമ്മുടെ കാൽച്ചുവടിലാണ് ഇരിക്കുന്നത്. നമ്മെ വലിച്ചുകൊണ്ട് പോകാൻ പാപം തയ്യാറായിട്ട് നിൽക്കുക. ഈ പ്രെയർ ലൈൻ നമ്മൾ ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്ത് നമ്മൾ ഇനി ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ജോലിയിലേക്ക് പോവുകയായിരിക്കാം, നാം ഭവനത്തിലായിരിക്കാം, നാം പലവിധ കാര്യങ്ങൾ ഏർപ്പെടുന്നവരായിരിക്കാം. നാം മറന്നു പോകരുത് ഈ വചനം. ന്യായപ്രമാണം രാവും പകലും ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ചാൽ നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോവാൻ പറ്റിയില്ല. കാരണം ന്യായപ്രമാണമാണ് പിന്നെ നമ്മെ നിയന്ത്രിക്കുന്നത്. ഈ പ്രമാണമാണ് നമ്മെ നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ ഇച്ഛകളോ നമ്മുടെ ആഗ്രഹങ്ങളോ അല്ല നമ്മെ നിയന്ത്രിക്കേണ്ടത്, മറിച്ച് ഈ പ്രമാണമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ആ പ്രമാണം നമ്മെ നിയന്ത്രിക്കണമെങ്കിൽ നാം ഇതിനെ രാവും പകലും ധ്യാനിക്കണം. ഈ പ്രമാണത്തിന്റെ പൂർത്തീകരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വചനം ജഡമായി തീർന്നു യേശു ക്രിസ്തുവാണ്. അങ്ങനെ യേശു ക്രിസ്തുവിനെ നാം
രാവും പകലും ധ്യാനിക്കുന്നവരായി തീരണം. അങ്ങനെ യേശുക്രിസ്തുവിനെ രാവും പകലും നാം ധ്യാനിച്ചാൽ നാം യേശുക്രിസ്തുവിന് അനുകാരികളായി തീരും. പൗലോസ് പറയുന്ന പോലെ യേശുക്രിസ്തുവിനെ അനുകരിപ്പീൻ, അല്ലെ? പൗലോസിന്റെ പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും എന്നെ അനുകരിപ്പിക്കുന്നു. കാരണം യേശുക്രിസ്തുവിനെ പൂർണ്ണമായി അനുകരിക്കുന്ന ഒരു പൗലോസിനെയാണ് പൗലോസ് കൊരിന്തി ലേഖനത്തിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പൗലോസ് പറയും എന്നെ അനുകരിപ്പീൻ, കാരണം ഞാൻ കർത്താവിനെയാണ് അനുകരിക്കുന്നത്. അങ്ങനെ നമുക്ക് നമ്മെ പറ്റി പറയാൻ പറ്റുമോ? എന്നെ അനുകരിപ്പീൻ മറ്റുള്ളവരോട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റണം. ആ പ്രാഗൽഭ്യം നമുക്കുണ്ടാവണം. കൊലോസി ലേഖനം 3:16 നമുക്കറിയാം, സങ്കീർത്തനങ്ങളായാലും സ്തുതികളായാലും ആത്മീയ ഗീതങ്ങളായാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടു കൂടി നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ ഈ വചനം ഐശ്വര്യത്തോടു കൂടി നമ്മിൽ വസിക്കണം, അല്ലെ? ഈ വചനമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്, ഈ പ്രമാണമാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം യോശുവയോട് പറയുന്നത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിങ്ങളുടെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. കാരണം യോശുവ കഴിഞ്ഞ 40 വർഷം മോശയോട് കൂടി നടന്ന് ന്യായപ്രമാണം യോശുവയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് നീങ്ങി പോകരുത് എന്ന് പറയുന്നത്. കാരണം യോശുവയ്ക്ക് ന്യായപ്രമാണം നന്നായി അറിയാമെന്നുള്ളത് ദൈവത്തിന് അറിയാം. യോശുവ മോശയോട് കൂടി നടന്നതാണ്. പ്രത്യേകിച്ച് 40 വർഷം മരുഭൂ പ്രയാണത്തിൽ ഇസ്രായേൽ മക്കളുടെ ഭാഗമായിരുന്നു യോശുവ. പലരും പട്ടുപോയി, പലർക്കും കനാൻ ദേശം കടക്കുവാൻ കഴിഞ്ഞില്ല. അതിൽ മെയിനായിട്ട് 2 പേർക്കാണ് കടക്കുവാൻ കഴിഞ്ഞത്, യോശുവയും കാലേബും, അല്ലെ? അവരാണ് ഒറ്റുനോക്കാൻ പോയിട്ട് തിരിച്ച് നല്ല റിപ്പോർട്ട് കൊടുത്തതിൽ ഒരാളാണ് യോശുവ. അപ്പൊ യോശുവയ്ക്ക് ന്യായപ്രമാണം നന്നായി അറിയാം, അല്ലെ? യോശുവ ന്യായപ്രമാണം അരച്ച് കലക്കി പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ദൈവത്തിന് അറിയാം. അപ്പോൾ ആ യോശുവയോടാണ് ദൈവം പറയുന്നത് നീങ്ങിപ്പോകരുത്, ഇനി നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്ന് ദൈവത്തിന് അറിയാം. എന്നാൽ ഒരു ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ ദൈവം സംസാരിക്കുകയാണ് യോശുവയോട്, നീങ്ങിപ്പോകരുത്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നീ മാത്രമല്ല, ഇസ്രായേൽ മക്കൾ ആരും മാറരുത്. അതുകൊണ്ടാണ് അവർക്കൊരു കൽപ്പന കൊടുക്കുന്നത്, നിങ്ങൾ ഇത് രാവും പകലും ധ്യാനിക്കണമെന്ന് പറയുന്നത്. എന്നിട്ട് 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ ഫിയർ നോട്ട്, അല്ലെ, ഭയപ്പെടേണ്ടതെന്നുള്ള കൽപ്പന ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. 9-ാം വാക്യത്തിൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും നമ്മൾ 3-ാമത്തെ പ്രാവശ്യം കാണുക, അല്ലെ? 3-ാമത്തെ പ്രാവശ്യവും ദൈവം റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ ദൈവം നമുക്ക് ഗ്യാരണ്ടിയായി തന്നിരിക്കുന്നതാണ് തന്റെ പ്രസൻസ് എന്ന് പറയും, തന്റെ സാന്നിധ്യം നമുക്ക് ഗ്യാരണ്ടീഡാണ്. ദൈവത്തോടു കൂടി നടന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഗ്യാരണ്ടീഡാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ളത്, ദൈവത്തിൽ നമ്മുടെ ആശ്രയം വെക്കുക എന്നുള്ളത്, ദൈവത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ വിശ്വാസം അർപ്പിക്കുന്ന, ആശ്രയം വെക്കുന്ന, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരാൾക്ക് ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും തന്റെ ജീവിതത്തിൽ. അങ്ങനെ ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന ഒരാൾക്ക് ധൈര്യം ഓട്ടോമാറ്റിക്കലി വരും. കാരണം ദൈവത്തോട് കൂടെയാണ് അവർ നടക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ള കൃപയാൽ അവർക്ക് ആ ഉറപ്പും ധൈര്യവും ലഭിക്കും. അങ്ങനെ ഉറപ്പും ധൈര്യമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്ത് പ്രതിസന്ധികളെയും എന്ത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ പറ്റും. അങ്ങനെ അഭിമുഖീകരിച്ച് അതിന്മേൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കും. അങ്ങനെ നാം പൊന്നുപോലെ പുറത്തു വരും. അങ്ങനെ പുറത്തു വരുന്നവർക്കാണ് ദൈവം വാഗ്ദത്തമായി നിത്യാവകാശം വെച്ചിട്ടുള്ളത്. ആ നിത്യാവകാശത്തെ പ്രാപിക്കുവാനാണ് നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഈ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക എന്നുള്ള ദൈവം പറയുന്നതിന്റെ കാരണം എന്താണ്? അതിനൊരു ഗ്രാജുവൽ പ്രോഗ്രഷൻ ഉണ്ട്. നമ്മൾ 6-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. എന്നിട്ട് ദൈവം പറയുന്നുണ്ട്, ദൈവം അവകാശമായുള്ള അത് തരുമെന്നുള്ളത്, വിഭാഗിച്ച് കൊടുക്കണമെന്നുള്ളത്. എന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്, ന്യായപ്രമാണം അനുസരിച്ച് നടക്കണം, അങ്ങനെയാണെങ്കിൽ കൃതാർത്ഥനായിട്ട് ഇരിക്കാൻ പറ്റും, അവർക്ക് ശുഭഭാവി വരും. എന്നിട്ട് പറയുന്നുണ്ട് രാവും പകലും ധ്യാനിക്കണമെന്ന് പറയുന്നുണ്ട്, എന്നാൽ അവരുടെ പ്രവൃത്തി സാധിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പിന്നെയും ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുള്ളൂ. പിന്നെ അവസാനമായി പിന്നെയും കർത്താവ് തന്റെ പ്രോമിസ്, ദൈവം തന്റെ പ്രോമിസ്, തന്റെ പ്രസൻസ് ഗ്യാരണ്ടി ചെയ്യുക ചെയ്യുന്നത്. ശക്തി മാത്രമല്ല, തന്റെ ധൈര്യം മാത്രമല്ല, മറിച്ച് ദൈവം തന്റെ സാന്നിധ്യം കൂടെ നമുക്ക് നൽകി തരുന്നത്. അപ്പോൾ ദൈവത്തിൽ നമ്മുടെ ആശ്രയം വെച്ചാൽ, ദൈവത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ദൈവശക്തി മാത്രമല്ല, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. നമുക്ക് ദൈവശക്തി മാത്രം പോലെ, നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വേണം. വി നീഡ് നോട്ട് ഓൺലി ഹിസ് പവർ ബട്ട് വി നീഡ് ഹിസ് പ്രസൻസ് ടു, അല്ലേ? അപ്പോൾ യോശുവയ്ക്ക് ദൈവം ഗ്യാരണ്ടീഡ് ആയിട്ട് കൊടുക്കുന്നതാണ് തന്റെ പവറും തന്റെ പ്രസൻസും. ഗോ വിത്ത് മൈ പവർ ആൻഡ് ഗോ വിത്ത് മൈ പ്രസൻസ്. തന്റെ പവറും തന്റെ പ്രസൻസും. ഒരു ക്രിസ്തീയ ദൈവ പൈതലിന്, ഒരു പുതിയ നിയമ ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നമുക്കും ആവശ്യമായിട്ടുള്ള 2 പ്രധാന കാര്യങ്ങളാണ് ദൈവശക്തിയും
ദൈവിക സാന്നിധ്യം. അതുകൂടാതെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഒന്നിനെയും വിജയകരമായി അഭിമുഖീകരിക്കാൻ പറ്റുകയില്ല. വിജയകരമായി നാം അതിനെ അഭിമുഖീകരിക്കണമെങ്കിൽ നമുക്ക് വേണ്ട രണ്ട് പ്രധാന കാര്യങ്ങളാണ് ദൈവിക ശക്തിയും ദൈവിക സാന്നിധ്യവും, അല്ലേ? നമുക്കറിയാം, ഗ്രേറ്റ് കമ്മീഷനിൽ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പൊ ദൈവം തന്റെ സാന്നിധ്യം നമുക്ക് ഗ്യാരണ്ടിയുടെ നൽകി തരിക. തന്റെ എല്ലാ ശിഷ്യന്മാർക്ക്, 12 ശിഷ്യന്മാർക്ക് മാത്രമല്ല, അല്ലെ 11 ശിഷ്യന്മാർക്ക് മാത്രമല്ല, മറിച്ച് ദൈവത്തെ സേവിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ ശിഷ്യരാണ്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ ശിഷ്യരാ. അങ്ങനെ ശിഷ്യരായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഗ്യാരണ്ടി ചെയ്യുന്നതാണ് തന്റെ സാന്നിധ്യം. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുള്ള ദൈവം, ഇമ്മാനുവേൽ എന്ന് നാം വിളിക്കുന്ന ദൈവം, ഗോഡ് വിത്ത് us, ഇമ്മാനുവേൽ. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. നമ്മൾ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്, ആ ദൈവം നമ്മോട് കൂടെ വസിക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ആ ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുക എന്നുള്ളത്, ദൈവത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത്. പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കുമ്പോൾ നാം നമ്മുടെ സ്വയത്തിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് ധൈര്യം സംഭരിച്ച് വേണം നാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ. എന്നാൽ തന്റെ കൃപ നമ്മുടെ മേൽ അവൻ പകരും. ആ കൃപയോടുകൂടെ നമുക്ക് ഈ ഓട്ടം തികയ്ക്കുവാൻ പറ്റും. അതാണ് ദൈവം ഇന്ന് രാവിലെ കാലവും ഈ ബോസ്റ്റൺ പ്രയർ ലൈനിലുള്ള എല്ലാവരോടും എന്നിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതാണ്. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ഉറപ്പും ധൈര്യമുള്ളവരായി ഇരുന്നാൽ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ നിത്യാവകാശത്തെ ലഭ്യമാകുവാൻ പറ്റും. ഈ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, കനാൻ ദേശമാണ് അവർക്ക് വാഗ്ദത്തമായി ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തത്. ആ കനാൻ ദേശത്തിലേക്ക് അവർക്ക് കടക്കുവാൻ സാധിച്ചു. അങ്ങനെ ഇസ്രായേൽ മക്കൾ കടന്നു, അവിടെ അനേക യുദ്ധങ്ങളെയൊക്കെ ചെയ്തു, അവർക്ക് അനേക സ്ഥലങ്ങൾ ദൈവം കൊടുത്തു. അങ്ങനെ യോശുവ ഓരോ ഗോത്രത്തിനും വിഭാഗിച്ചു കൊടുത്തു. ഫൈനലി 110 വയസ്സുള്ളവനായി ഇതിന്റെ അവസാനം യോശുവ മരിക്കുന്നു, അല്ലേ? അപ്പൊ ഏകദേശം 20-25 വർഷം മോശയുടെ മരണം കഴിഞ്ഞ് ഇസ്രായേൽ മക്കളെ യോശുവ നടത്തി. അങ്ങനെ 110 വയസ്സുള്ളവനായിട്ടാണ് യോശുവ മരിക്കുന്നത്. നൂന്റെ മകനായി യോശുവ മരിക്കുന്നത് നമുക്ക് അവസാന അധ്യായത്തിൽ കാണുന്നുണ്ട്. അതിനു മുമ്പ് യോശുവ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യം, 24-15, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ ഒരു ഡിക്ലറേഷൻ നമുക്ക് ഓരോരുത്തർക്കും നടത്തുവാൻ പറ്റുമോ ഈ രാവിലെ സമയം? ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവം യോശുവയോട് പറഞ്ഞ കാര്യങ്ങളാണ് നാം ഈ രാവിലെ സമയം ധ്യാനിച്ചത്. 6 മുതൽ 9 വരെ ന്യായപ്രമാണം ധ്യാനിക്കണം, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഞാൻ അവകാശത്തെ കൊടുക്കും. ഇതൊക്കെ ദൈവം യോശുവയോട് പറയുന്ന കാര്യമാണ്. ഇതിന്റെ ഒക്കെ ഏറ്റവും അവസാന അധ്യായത്തിൽ നമ്മൾ കാണുന്ന യോശുവ പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. മീ ആൻഡ് മൈ ഫാമിലി വി വിൽ സെർവ് ദ ലോർഡ്, റൈറ്റ്? ആ വാക്യം നമുക്ക് അനുദിന ജീവിതത്തിൽ ഉരുവിടുവാൻ പറ്റണം, അല്ലേ? 24-15, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അങ്ങനെ ദൈവത്തെ സേവിക്കും എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. അങ്ങനെ ദൈവത്തെ സേവിക്കും എന്നുള്ള ധൈര്യം നമുക്ക് വേണം. ആ ഉറപ്പും ധൈര്യവും നമുക്ക് ലഭിക്കുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ദൈവത്തിൽ നിന്നുള്ളതാണ്. ആ ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ആ ഉറപ്പും ധൈര്യവും ലഭിക്കുകയുള്ളൂ. ആ ഉറപ്പും ധൈര്യത്തിനും വേണ്ടി എന്താണ് നാം ചെയ്യേണ്ടത്? ഞാൻ മുമ്പേ പറഞ്ഞു, ദൈവത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കണം, ദൈവത്തിൽ നമ്മുടെ ആശ്രയം വെക്കണം, ദൈവത്തിൽ നമ്മുടെ ആനന്ദം നാം കണ്ടെത്തണം, ദൈവത്തെ നാം രുചിച്ചറിയണം, ദൈവത്തോട് കൂടെ നാം നടക്കണം. അങ്ങനെ ദൈവത്തോട് നടക്കുന്ന ഒരാൾക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കാരണം അവർക്കറിയാം, ദൈവത്തെ സേവിക്കുന്നത് അവരുടെ സ്വയത്തിൽ നിന്നല്ല, അവരുടെ പ്രയത്നത്താലോ സ്വയനീതിയാലോ, മറിച്ച് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ധൈര്യത്തോടുകൂടെ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഉറപ്പോടും കൂടെ അവർക്ക് ആ ഡിക്ലറേഷൻ നടത്തുവാൻ പറ്റുകയുള്ളൂ. ആ ഒരു ഡിക്ലറേഷൻ നമുക്കും നടത്താൻ പറ്റണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അവസാനത്തോളം ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സഹിച്ചു നിൽക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടും നമ്മൾ മത്തായിയുടെ സുവിശേഷം 24 കാണുന്നുണ്ടല്ലോ. അങ്ങനെ അവസാനത്തോളം നാം ഈ ഓട്ടം ഓടണം. അങ്ങനെയുള്ളൊരു ഉറപ്പ് നമുക്ക് ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ആ ഉറപ്പ് നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ആ ഒരു പ്രാഗൽഭ്യം നമുക്ക് ഓരോരുത്തർക്കും വേണം, അല്ലേ? സങ്കീർത്തനം 46-7, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാവുന്നു. ദൈവം ഒരുപാട് വാഗ്ദത്തങ്ങളാണ് ഈ സ്ക്രിപ്ചറിൽ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. യഹോവന്റെ വെളിച്ചം രക്ഷയുമാകും, ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അപ്പം ഭയപ്പെടേണ്ട, ഭ്രമിച്ച് നോക്കേണ്ട, നമ്മൾ ഇപ്പൊ ഭയപ്പെടേണ്ട എന്ന് നമ്മൾ കണ്ടു, ഭ്രമിക്കുകയും അരുത്. സങ്കീർത്തനക്കാരൻ പറയാം, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? നമ്മുടെ ജീവന്റെ ബലം യഹോവയാണ്. നമുക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് ആരെയും ഭ്രമിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഇന്നത്തെ വചന ശുശ്രൂഷയിലൊക്കെ ഈ ദൈവത്തെക്കാളും ഉപരി പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള വചനങ്ങൾ, ഇപ്പൊ റീസെന്റ് കേൾക്കുന്ന ഈ പിശാചിനെ ഇങ്ങനെ
പിശാജ് ഇവരുടെ വചന ശുശ്രൂഷകളെല്ലാം പിശാജാണ് കൂടുതൽ വരുന്നത്. നാം ദൈവത്തെയാണ് സേവിക്കുന്നത്. നമുക്ക് ദൈവത്തെക്കുറിച്ച് എന്താണ് പറയാൻ മടി? നമുക്ക് പിശാജിന്റെ പ്രവൃത്തികളും നമ്മുടെ ഭത്സനവും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. സ്പിരിച്വൽ വാർഫെയർ ഇല്ലെന്നുള്ളതല്ല, എഫേസ്യർ 6 കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ നാം സേവിക്കുന്നത് ശക്തനായ ദൈവത്തെയാണ്, സർവശക്തനായ ദൈവത്തെയാണ്, സർവ്വവ്യാപിയായ ഒരു ദൈവത്തെയാണ്, സകലത്തെയും അറിയുന്ന ദൈവമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. അതാണ് നമ്മൾ ഇന്ന് രാവിലെ കേട്ടത്. ദൈവം നമ്മുടെ ജീവന്റെ ബലം, നാം ആരെ പേടിക്കും? യഹോവ എന്റെ വെളിച്ചവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ആ ഒരു വാക്യം നാം അനുദിനം ഉരുവിടണം. യഹോവ എന്റെ വെളിച്ചവും രക്ഷയും ആകുന്നു, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ആരെ പേടിക്കും? ഞാൻ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിപ്പാൻ യാതൊന്നിനും കഴിയുകയില്ല. കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ ഒന്നിനും പറ്റിയില്ല. നമ്മൾ റോമർ 8 ഇത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ സമയം ഞാൻ ഇത് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക. നാം കുലുങ്ങി പോകരുത്. നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, അല്ലേ? അത് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ആണ്. ദൈവത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കണം, ദൈവത്തിൽ നമ്മുടെ ആനന്ദം നാം കണ്ടെത്തണം, ദൈവത്തിൽ നമ്മുടെ പൂർണ്ണ ആശ്രയം വെക്കണം, ദൈവത്തോടു കൂടി നാം നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ തന്റെ ഉറപ്പും ധൈര്യവും ദൈവം നമുക്ക് നൽകിത്തരും. അങ്ങനെ ആ ഉറപ്പും ധൈര്യവും ഉള്ളവരായി ഇഹലോക ജീവിതത്തിൽ നമുക്ക് എന്തിനേയും അഭിമുഖീകരിക്കാൻ പറ്റും, അല്ലേ? അങ്ങനെ അവസാനത്തോളം ഉറപ്പും ധൈര്യമുള്ളവരായി നാം ഈ ഓട്ടം ഓടിയാൽ നമുക്ക് ഈ ഓട്ടം തികയ്ക്കാൻ പറ്റും. അനേകർ പട്ടുപോയ ഈ പോർക്കളത്തിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഈ ഓട്ടം സ്ഥിരതയോടെ ഓടി ഫൈനലി വിജയം കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ വിജയം കണ്ടെത്തുന്നവർക്ക് ദൈവം അവകാശമായി വെച്ചിരിക്കുന്ന നിത്യാവകാശത്തെ നൽകിത്തരും. ആ നിത്യാവകാശത്തെ പ്രാപിപ്പാൻ നമുക്ക് ഈ ഓട്ടം കർത്താവിനെ നോക്കി ഓടാം. നമ്മുടെ രക്ഷാനായകൻ യേശു ക്രിസ്തുവാണ്. അപ്പൊ യോശുവ പോയിന്റ് ചെയ്യുന്നതും യേശു ക്രിസ്തുവിലേക്കാണ്. എബ്രായർ 4 നമ്മൾ കാണുന്നുണ്ട്, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയില്ല, മറിച്ച് അവർക്ക് സ്വസ്ഥത വരുത്തുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കും സ്വസ്ഥത നൽകി തരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. രക്ഷ എന്ന സ്വസ്ഥത, അല്ലെ, ദ റെസ്റ്റ് വിച്ച് ഇസ് സാൽവേഷൻ, ആ രക്ഷ എന്ന സ്വസ്ഥത നമുക്ക് നൽകി തരുന്ന യേശു ക്രിസ്തുവിനെ രക്ഷാനായകനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായി നമുക്ക് ഈ ഓട്ടം തികയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പാസ്റ്റർ കർത്തദാസിനോടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും 24 അവർ ബോസ്റ്റൺ പ്രയറിന്റെ പേരിൽ ഞങ്ങൾ ആദ്യമേ അറിയിക്കുന്നു. നമ്മൾ കേട്ടത് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കുക എന്ന് ജോഷുവയോട് കർത്താവ് ദൈവം യഹോവയാം ദൈവം പറഞ്ഞെങ്കിൽ